സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന ട്രഷറർ വി.കെ. ഷീജയെ ക്ഷണിച്ചുകൊള്ളു. സഹകളെ, നമ്മുടെ സമ്മേളനത്തിൻ്റെ സെഷനുകളിലെ പ്രധാന ഇനമാണ്. നമ്മൾ എല്ലാ കാലഘട്ടത്തിലും നടത്തി വന്നിട്ടുള്ള ഒരു ഭാഗമാണ് വനിതാ സെഷൻ. അവിടെ ജാതിമത വ്യത്യാസമില്ലാതെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന, ഏറ്റവും കൂടുതൽ സമൂഹത്തിന്റെ ഏറ്റവും വാഹകരായി 1957 സഖാവ് EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഇടതുപക്ഷ പ്രസ്ഥാനം അന്ന് തുടങ്ങി പിന്നീട് വന്നിട്ടുള്ള കാലഘട്ടങ്ങളിലെല്ലാം കൊണ്ടുവന്നിട്ടുള്ള നിലപാടുകൾ, അതെല്ലാം സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള നിരവധിയായ പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് ആസൂത്രണം ചെയ്തത്. 1957 ഭൂപരിഷ്കരണം നടപ്പിലാക്കി 67 സംസ്ഥാന നിയമസഭ ഒരു വനിതയെ തന്നെ അതിന്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ നിലപാടുകൾ സ്വീകരിക്കുകയും 90കളിൽ ജില്ലാ കൗൺസിൽ അടക്കം നടപ്പിലാക്കി സ്ത്രീകളെ കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ഇന്ന് നമ്മുടെ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ രണ്ടാം നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തലത്തിലേക്ക് കുടുംബശ്രീ പ്രസ്ഥാനം 96-ൽ ഉദയം കൊള്ളുമ്പോൾ അതിന്ന് പടർന്നു പന്തലിച്ച് വലിയൊരു മഹാപ്രസ്ഥാനമായി ഇന്ന് കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ചാലകശക്തിയായി മാറുകയാണ്. 2006 ഗവൺമെന്റ് 50% കൊണ്ടുവന്നു, സ്ത്രീകളെ മുഖ്യധാരയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല അവിടെ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളടക്കം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ 2016 ഗവൺമെന്റ് പരിശോധിക്കുമ്പോൾ അവിടെയും ചില നിലപാടുകൾ, ചില ഇടങ്ങളിലെങ്കിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ സാക്ഷരരായി മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം, സാമൂഹ്യമായി മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കേരള സമൂഹത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നാൽ അതെല്ലാം തുറന്നു പറയുവാനും അതിനെതിരെ നടപടികൾ സ്വീകരിക്കാനും ഇച്ഛാശക്തിയുള്ള ഭരണകൂടമായി കേരളത്തിലെ ഗവൺമെന്റ് നിലനിൽക്കുന്നു. കാവലാളാകേണ്ടവർ കശാപ്പുകാരായി മാറുന്ന ഇന്ത്യൻ രാഷ്ട്രീയ ഭരണകൂടവും മറ്റിതര സംസ്ഥാന സർക്കാരുകളും അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ഏതോ വലിയ ആളുകളായാലും ശരി, കേരളത്തിൽ പെണ്ണിന്റെ മാനത്തിന് വില പറയുന്ന ഒരാളെയും കേരളത്തിലെ കൽത്തുറങ്കിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി നിലപാടുകൾ സ്വീകരിക്കുകയും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരുവാൻ ആവശ്യമായ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് തന്നെ ഒരു വനിതാ ശിശു വികസന വകുപ്പ് രൂപീകരിച്ചുകൊണ്ടും നിരവധിയായ അധ്യക്ഷ സ്ഥാനങ്ങളിലടക്കം സ്ത്രീകളെ കൊണ്ടുവന്നുകൊണ്ടും എല്ലാമുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഭരണകൂട കാഴ്ചപ്പാടുകളെ പറ്റിയുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് സഖാവ് പി.കെ. ശ്രീമതി ടീച്ചറാണ്. ടീച്ചർ തിരുവനന്തപുരത്ത് നടന്ന ദേശീയ സമ്മേളനത്തിലാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ടീച്ചറിനെ തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, ടീച്ചറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ടീച്ചറിന്റെ ഈ സമീപകാലത്ത് ടീച്ചറിന്റെ ന്യൂ മീഡിയയുമായി ബന്ധപ്പെട്ടെല്ലാം പരിശോധിക്കുന്ന ഏതൊരാളിനും അറിയാം, അക്കാഡമിക് തലത്തിനപ്പുറത്തേക്ക് ഇടപെടലിന്റെ രാഷ്ട്രീയം, ഒരു ബദൽ രാഷ്ട്രീയം, അത് രാജ്യമാകെ ഉയർത്തിക്കാട്ടുന്ന തരത്തിലേക്ക് ഒരു പ്രതീക്ഷയുടെ അതിക്രമത്തിനെതിരായി പ്രതിഷേധിക്കുമ്പോൾ അവിടെയെല്ലാം ഓടിയെത്തുന്ന തരത്തിലേക്ക് ടീച്ചറിന്റെ മുഖം മാറുകയാണ്. അത്തരത്തിലുള്ള ഒരു മഹത് വ്യക്തിത്വം തന്നെ നമുക്കിതിന്റെ ഉദ്ഘാടകയായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷമാണ്. ടീച്ചറിനെ ഏറെ സന്തോഷത്തോടുകൂടി കേരള എൻ.ജ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും റിസപ്ഷൻ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് ഈ സെമിനാറിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് JNU സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റ് ഐഷ ഘോഷാണ്. നമുക്കറിയാം, JNU ഈ എല്ലാ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിരവധിയായ അഭിപ്രായ സ്വരൂപണത്തിലും പുരോഗമനത്തിനുമെല്ലാം നിരവധിയായ സംഭാവനകൾ ചെയ്തുള്ള ഒട്ടേറെ മഹാരഥന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള JNU യൂണിവേഴ്സിറ്റി, ഇന്ന് JNU യൂണിവേഴ്സിറ്റിയിൽ അത്തരത്തിലേക്ക് ഉള്ള വലിയ നിരവധിയായ ഫാസിസം അതിന്റെ എല്ലാ അർത്ഥത്തിലും ആദ്യം പ്രയോഗം നടത്തുന്നത് JNU യൂണിവേഴ്സിറ്റിയിലാണ് എന്നുള്ളത് നമ്മളെല്ലാം വാർത്താ മാധ്യമങ്ങളിൽ വീക്ഷിക്കുകയാണ്. അത്തരത്തിൽ വളരെ പ്രതിരോധം തീർത്തുകൊണ്ടാണ് ഐഷി ഘോഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് JNUയിൽ വിദ്യാർത്ഥി യൂണിയനുകൾ അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്. അത്തരത്തിൽ ഭാവി തലമുറയുടെ പ്രതീക്ഷ. Comrade Aishi, you are the hope of our future generation. I gladly welcome you in the name of Kerala Indian State Committee and all delegates for deliberate this section. തുടർന്ന് സംസാരിക്കുന്നത് മഹുയ റോയ്. ത്രിപുരയിൽ ഇന്നലെ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃസംഘം സംഘടിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു.
മഹുയ റോയ് ത്രിപുരയിൽ ഈ സമീപകാലത്ത് BJP-യുടെ ഗവൺമെന്റ് വന്നിട്ട് നടത്തിയിരുന്ന അതിക്രമങ്ങൾ, അതിനെയെല്ലാം ചെറുത്തു പരാജയപ്പെടുത്തുവാൻ മഹുയ റോയ് പ്രസിഡന്റായി നേതൃത്വം കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ കമ്മിറ്റി എടുക്കുന്ന നടപടികൾ, അതിന്റെ മുന്നിൽ മുട്ടുമടക്കാതെ സന്ധിയില്ല പോരാട്ടം നടത്തിക്കൊണ്ടാണ് സംഘടന, സർവീസ് മേഖലയിലെ സംഘടന മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലേക്ക് ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കോമ്രേഡ് മഹുയ റോയ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മഹുയ റോയ് ഹം ലോഗ് केरला एन.जॉ यूनियन आपको स्टेट कमेटी और सभी प्रतिनिधि साथियों के नामक सबको हार्दिक स्वागत करते हैं. തുടർന്ന് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ വർഗ ബഹുജന ഈ വേദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ മഹിളാ ജനാധിപത്യ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് CS സുജാത ഇതിൽ പങ്കെടുക്കുന്നു. സഖാവ് നമ്മുടെ ജാഥയുടെ പതാക ജാഥ കൈമാറിക്കൊണ്ട് നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായി മാറിയതാണ്. ഇന്ന് സഖാവ് ഇതിൽ പങ്കെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമാണ്. സഖാവിനെ കേരള യൂണിയൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി, റിസപ്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ സെമിനാർ ഇവിടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. ഇതിൽ മുൻകാല നേതാക്കൾ ഒട്ടേറെ പേർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ വർഗബഹുജന സംഘടനകൾ, തിരുവനന്തപുരത്തെ മഹിളാ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പുഷ്പലത സഖാവ് അടക്കം ഇതിൽ പങ്കെടുക്കുന്നു. നിരവധിയായിട്ടുള്ള ആൾക്കാർ, പേരെടുത്ത് ഓരോരുത്തരെയും പറയുന്നില്ല, എല്ലാവരും ഇതിൽ പങ്കെടുക്കുകയാണ്. എല്ലാവരെയും ഇതിന്റെ ഭാഗമായി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഔപചാരികതയുടെ പേരിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് MV ശശിധരൻ, സംഘടനയുടെ ജനറൽ സെക്രട്ടറി സഖാവ് M.A. കുമാർ എന്നിവർ ഇതിൽ പങ്കെടുക്കുന്നു. എല്ലാവരെയും ഓരോ പ്രതിനിധികളെയും കേരള യൂണിയൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സാക്കളെ, നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ നടക്കുന്നത്. സ്ത്രീ പദവിയും ഭരണകൂട നിലപാടുകളും. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കും അവിടെ നിന്ന് തൊഴിൽ കേന്ദ്രത്തിലേക്കും സ്ത്രീകളുടെ യാത്ര ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രം തന്നെയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്നും സ്ത്രീ പാർശ്വവൽക്കരിക്കപ്പെട്ടതും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പിന്നാമ്പുറത്ത് ആരുമറിയാതെ ചില പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഇത്തരം നയങ്ങൾക്കെല്ലാം തന്നെ പാത്രീഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമായിട്ട് തന്നെയാണ് സമൂഹം കണക്കാക്കുന്നത്. അതിൽ ഭരണകൂട നിലപാടുകൾ ഏറെ പ്രസക്തമാണ്, പ്രധാനമാണ്. നവലിബറൽ നയങ്ങളെല്ലാം തന്നെ സ്ത്രീവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ നവലിബറൽ കാലത്ത് എങ്ങനെയാണ് ഭരണകൂടം സ്ത്രീ പദവിയെയും സ്ത്രീ തുല്യതയെയും അതുപോലെ തന്നെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിനുതകുന്ന തരത്തിലേക്കുള്ള പുരോഗമനപരമായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ നടപടികളും എടുക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ ഈ സെമിനാറുകൾ നടക്കുന്നത്. ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന BJP ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്ന നയങ്ങളും 2-3 ദിവസമായിട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരു വനിതയായതുകൊണ്ടാണോ ഒരു ദളിതായതുകൊണ്ടാണോ പാർലമെന്റ് മന്ദിരത്തിൻ്റെ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പൂർണ്ണമായിട്ടും പിന്തള്ളപ്പെട്ടുകൊണ്ട് വർഗീയ ശക്തികൾ ആധിപത്യം തുടരുന്ന ഒരു വർത്തമാന കാലത്തു കൂടിയാണ് നമ്മുടെ ഈ സെമിനാർ നടക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നമുക്കെല്ലാം തന്നെ വലിയ ആവേശം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഗുസ്തി താരങ്ങൾ, നമ്മുടെ അഭിമാന സ്തംഭങ്ങനായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഗുസ്തി താരങ്ങൾ അവരുടെ വലിയ തരത്തിലേക്കുള്ള പ്രക്ഷോഭങ്ങൾക്ക് തിരികൊടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് കാണാൻ വേണ്ടി കഴിയും.
എങ്ങനെയാണ് രണ്ട് നിലപാടുകളെ നവലിബറൽ നയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണകൂടം എടുക്കുന്നു എന്നുള്ളതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ച ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ എല്ലാ തൻ്റെ അജണ്ടകൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ ഈ സെമിനാർ നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് ബദലായിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം എടുക്കുന്ന നമ്മുടെ മുദ്രാവാക്യം തന്നെ സ്ത്രീപക്ഷ നവകേരളം എന്നുള്ളതാണ്. ഭരണകൂട നിലപാടുകൾ ഒരു ബദൽ സ്വീകരിച്ചുകൊണ്ട് സ്ത്രീയുടെ സുരക്ഷയും സ്ത്രീയുടെ പദവിയും സ്ത്രീയുടെ മുന്നേറ്റവും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന ഒരു ബദൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ സെമിനാർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകൂട നിലപാടുകൾ സ്ത്രീ പദവിയുടെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഭരണകൂട നിലപാടുകൾ കൃത്യമായിട്ടും നമുക്ക് അത് പഠിപ്പിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ സെമിനാർ നടക്കുമ്പോൾ നമ്മുടെ സെമിനാർ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രക്ഷോഭത്തിൽ വനിതകളുടെ മുന്നേറ്റത്തിന് പ്രക്ഷോഭത്തിന് വലിയ രീതിയിൽ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന അത് ടീച്ചർ ഇന്ന് മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴും MP ആയപ്പോഴും അതുപോലെ തന്നെ മന്ത്രിയായ ഘട്ടത്തിലും ഇന്ന് സ്ത്രീയുടെ മുന്നേറ്റത്തിന് അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടും നമ്മുടെ ഈ സെമിനാറിന് യോജിച്ചിട്ടുള്ള ഒരു ഉദ്ഘാടകയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏറെ സ്നേഹത്തോടു കൂടി സഖാവ് PK ശ്രീമതി ടീച്ചറെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മഹാസമ്മേളനത്തിൽ കേരള എൻ.ജ വജ്ര ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വനിതകളും നമ്മുടെ സഹോദരന്മാരുൾപ്പെടെ പങ്കെടുക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരിയായിട്ടുള്ള കേരള എൻ.ജ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട TP ഉഷ, സ്വാഗതം ആശംസിച്ച നടാടെ നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട മെയിൻ ഭാരവാഹികളിൽ ഒരാൾ വനിതയായിട്ട് അതിനുള്ള ഭാഗ്യം ലഭിച്ചത് നമ്മളെ ഷീജക്കാണ്. ഷീജയാണ് ഇപ്പോൾ സ്വാഗതം ആശംസിച്ചത്. പ്രിയപ്പെട്ട സംസ്ഥാന ട്രഷറർ കൂടിയായിട്ടുള്ള സഖാവ് ഷീജ. ഇന്ത്യയിൽ ഇന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ മേഖലയിൽ മാത്രമല്ല, ഇന്ത്യയിലെ ബഹുജനങ്ങളാൽ അറിയപ്പെടുന്ന വളരെ ഉൽപ്പതിഷ്ണത്വത്തോടുകൂടി ഒരു ഫൈറ്ററായിട്ട് നമ്മുടെ രാജ്യത്തെങ്ങും അറിയപ്പെടുന്ന JNUവിലെ നമ്മുടെ പ്രിയപ്പെട്ട SFIയുടെ താരം നമ്മുടെ നേതാവ് ഐഷി ഘോഷ് ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട പ്രിയങ്കരിയായ ഐഷി ഘോഷ്. അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇന്നലെ മുതൽ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നു എന്നറിയാൻ സാധിച്ചു. ത്രിപുര എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാന്യയും പ്രിയങ്കരിയുമായ മഹയൂർ റോയ് എന്നോടൊപ്പം ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള, എൻ്റെ നിർബന്ധം കൊണ്ടാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ്. മഹിളാ അസോസിയേഷൻ്റെ കേരളത്തിലാകെയുള്ള 60 ലക്ഷം മെമ്പർമാരെ ഉൾക്കൊള്ളുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവ്, സംസ്ഥാന സെക്രട്ടറി പ്രിയങ്കരിയായിട്ടുള്ള സഖാവ് സുജാത, ഇവിടെ അധ്യക്ഷവേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ കേരള എൻ.ജ പുതിയ ഭാരവാഹികൾ എല്ലാവരും ഇവിടെയുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, അതുപോലെ മറ്റ് വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറിമാരൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ വനിതാ സബ് കമ്മിറ്റി കൺവീനർ, കേരള എൻ.ജ സബ് കമ്മിറ്റി കൺവീനർ പ്രിയപ്പെട്ട സുഷമ, പിന്നെ സുഷമ, കാരണം നമ്മളെ നാട്ടുകാരിയാണ്, അതുകൊണ്ട് ഈ സുഷമ എന്ന് പറയുമ്പോൾ നോക്കിയതാണ് ഇവിടെ ഉണ്ടോന്ന്.
ഇവിടെ ഉണ്ടോയെന്ന് നോക്കിയതാണ്. അതുപോലെ നമ്മളെ പ്രസിഡന്റ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ്. കുട്ടീന്നേ ഞാൻ പറയാറുള്ളൂ. കാരണം കുട്ടിയായിട്ട് കണ്ട് കണ്ട് അങ്ങനെ സർക്കാർ സർവീസിൽ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാരുടെ ഭാഗമായിട്ട് അതും കൂടി ലയിച്ചു വന്നപ്പോൾ കുറേ മുഖങ്ങൾ നമ്മൾ അങ്ങനെയും കാണുന്നുണ്ട്. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള വലിയൊരു ജനാവലി എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു അത്രയും വലിയൊരു ഹാളാണ്. ഈ വലിയ ഓഡിറ്റോറിയത്തിനകത്ത് ഞങ്ങളുടെ മുൻപിൽ മാത്രമല്ല, 2 സൈഡിലും, ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോളം, അതുപോലെ ഇവിടെ നിന്ന് ഇതേപോലെ ഈ 2 സൈഡിലും അവിടെയും അവരുടെ മുഖം ഒന്നും നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഇത്രയും വലിയ ഒരു ജനസഞ്ചയത്തെ വനിതാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ സംഘടിപ്പിക്കാൻ ഒരു സംഘാടനത്തിന്റെ ഭാഗം കൂടിയാണ്. എന്നാൽ സംഘാടനത്തിന്റെ ഭാഗം എന്നുള്ളത് പറയുമ്പോൾ പണ്ടും വർഷങ്ങൾക്ക് മുൻപും കേരള എൻ.ജി. യൂണിയൻ ഇതേ ആർജവത്തോടെ ഇതേ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. ആ ഘട്ടങ്ങളിലൊന്നും അങ്ങനെ സ്ത്രീകൾ വൻതോതിൽ ഒരു വനിതാ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ ആ രൂപത്തിൽ പങ്കെടുക്കുന്നത് കാണാറില്ല. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ വർഷം കഴിയും തോറും കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ മുന്നേറ്റം ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താനും അതിനനുസരിച്ച് ക്രിയാത്മകമായി തീരുമാനമെടുക്കാനും കഴിഞ്ഞിട്ടുള്ള സർവീസ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിലേറ്റവും മുൻകൈയെടുത്ത പ്രസ്ഥാനമാണ് കേരള എൻ.ജി. യൂണിയൻ സ്ത്രീകളുടെ കാര്യത്തിൽ. ഇതെനിക്ക് മനസ്സിലായത് ഏറ്റവും ആദ്യം വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്കറിയാം. ഞാനൊരു അധ്യാപികയായിരുന്ന കാലത്ത് അന്ന് അധ്യാപക രംഗത്ത് സ്ത്രീകൾ വളരെ കുറവായിരുന്നു. അധ്യാപികമാര് വരാറേയില്ല, വരില്ല. ആകെ 1-2 പേര് മാത്രമേ വരുള്ളൂ. പക്ഷെ അന്ന് നമ്മുടെ ഒരു സംയുക്ത പ്രക്ഷോഭമുണ്ട് ആ കാലഘട്ടങ്ങളിൽ. അന്ന് കേരള എൻ.ജി. യൂണിയനും KPTU, അങ്ങനെ ആദ്യം KPTU ആയിരുന്നു, പിന്നെ KST ആയി. ആ ഘട്ടത്തിൽ എല്ലാവരും, പഞ്ചായത്ത് എംപ്ലോയീസ് യൂണിയൻ, മറ്റേ മുനിസിപ്പൽ കോർപ്പറേഷന്റെ, അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരേ തൂവൽ പക്ഷികളായിട്ടുള്ള സംഘടനകളുടെ എല്ലാവരും ഒന്നിച്ച് വില്ലേജുകളിൽ കാൽനട പ്രചരണ ജാഥ. അതിൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നത് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെയാണ്. ആ കാലം നോക്കുക, പ്രത്യേകിച്ച് UDF ഒക്കെ ഭരിക്കുമ്പോൾ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുക, അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ശമ്പളം വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു പേ സ്കെയിലിന് വേണ്ടിയിട്ട് വലിയ പോരാട്ടം നടന്ന ഒരു സ്റ്റേറ്റാണിത്. ഇന്നിപ്പോ നമുക്ക് ആ ശമ്പളത്തിന്റെ ഒരു പുറത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു ശമ്പളമാണ്. പണ്ട് അങ്ങനെയല്ല, പുറത്ത് പറയാൻ നമുക്ക് അത്ര കുറച്ച് ഷെയിം ഉണ്ടാവും. അത്ര ചെറിയൊരു ശമ്പളമാണ് അധ്യാപകർക്കും സർക്കാർ ജീവനക്കാർക്കും. ആ കാലഘട്ടത്തിൽ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നിരവധി പ്രാദേശിക പ്രചരണ ജാഥകളിൽ അതിന്റെ ഊർജ്ജസ്വലത ഏറ്റവും അധികം ആർജവത്തോടെ മുൻപിൽ പ്ലക്കാർഡൊക്കെ പിടിച്ച് മുദ്രാവാക്യം വിളിക്കാനും സ്കൂളിൽ അടക്കം വന്ന് പ്രസംഗിക്കാനും ഒക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ ചാമ്പ്യനായിട്ട് നിന്നത്, ഞാൻ അഭിമാനത്തോടെ പറയാം, നിങ്ങളെ പുകഴ്ത്താനല്ല, കേരള എൻ.ജി. യൂണിയനായിരുന്നു അന്നും ഇന്നും സ്ത്രീകളെ അടക്കം മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. പിന്നെ ഈ സബ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വന്നു. ഇത് പിൽക്കാലത്ത്, ആദ്യ കാലഘട്ടങ്ങളിൽ സബ് കമ്മിറ്റി ഉണ്ടായിരുന്നില്ല, വനിതാ സബ് കമ്മിറ്റി. പക്ഷെ എന്ത് തന്നെ ശ്രമിച്ചിട്ടും സ്ത്രീകളുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ആദ്യം ഒരു 40% ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു 50%, ഇപ്പോ 60% ജീവനക്കാരാകെയുള്ള ജീവനക്കാരിൽ ഒരു 60% ഉണ്ടാവൂലേ ഷീജ? ഉണ്ടാവും, സ്ത്രീകള് 55 മേലെ ഉണ്ടാവും. അങ്ങനെ വന്ന് വർദ്ധിച്ചപ്പോഴും സ്ത്രീകളെ ഉദ്ദേശിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ സംഘടനാ രംഗത്തേക്ക് വരുന്നില്ലെന്ന് കണ്ടപ്പോ നമ്മുടെ കേരള എൻ.ജി. യൂണിയനാണ് അധ്യാപക സംഘടനയെക്കാളും മുന്നിൽ. ഞാൻ അധ്യാപികയായിരുന്നു, അധ്യാപക സംഘടനയിലെ ഒരു പ്രവർത്തകയും കൂടിയായിരുന്നു ആദ്യകാലത്ത്. കേരള എൻ.ജി. യൂണിയനാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഒരു വനിതാ സബ് കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. അന്നും ഇന്നും ഈ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനത്തിന്റെയും ഇടപെടലിന്റെയും ഫലമായി കേരളത്തിലെ 14 ജില്ലകളിലും നല്ല ചുറുചുറുക്കോടെ ഊർജ്ജസ്വലതയോടെ സ്വയം സന്നദ്ധരായി ഈ പ്രസ്ഥാനത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരാനും ഏത് പോരാട്ടത്തിന്റെ മുൻപിൽ നിൽക്കാനും കഴിയുന്ന ആയിരക്കണക്കിന് വരുന്ന സഹോദരിമാരുള്ള
കേരളത്തിലെ ഏക സർക്കാർ മേഖലയിലെ സിവിൽ സർവീസ് മേഖലയിലെ പ്രസ്ഥാനമാണ് കേരള എൻ.ജ യൂണിയൻ. എന്തായാലും ഞാൻ വളരെയേറെ എനിക്ക് അഭിനന്ദിക്കാൻ തോന്നുന്നത് സർക്കാർ ശമ്പളം പറ്റി തന്നെ മുന്നോട്ട് പോകുന്ന പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലെയും ജീവനക്കാർ, അവര് ഈ സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലുള്ള ജീവനക്കാരാണെന്ന് കണ്ട് രണ്ട് സംഘടനകളും കൂടി യോജിച്ച് ഒറ്റക്കെട്ടായി വന്നപ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിന് മുൻകൈയെടുത്ത നമ്മുടെ കേരള എൻ.ജ യൂണിയനെയും അന്നത്തെ നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാരുടെയും സംഘടനയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതൊരു വലിയ നേട്ടമായിരിക്കും. ഇനി ഈ മഹാമേരുവിനെ ഏതെങ്കിലും വിധത്തിൽ തളർത്താൻ ആർക്കും കഴിയില്ല. അത് മുന്നോട്ട് തന്നെ പോകും. അത്രയേറെ കരുത്തോടെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനിയും മാറി നിൽക്കുന്ന നമ്മുടെ സഹോദരിമാരെ കുറേശ്ശെയായിട്ട് മുന്നോട്ട് കൊണ്ടുവരണം. കാരണം അവകാശങ്ങൾ നേടിയെടുക്കുന്നുള്ള പോരാട്ടത്തിലൂടെ വിജയിച്ച് വന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് പലർക്കും അത്ര ഭയപ്പെടാനില്ല എന്നുള്ള തോന്നലാണെങ്കിൽ പോലും ഭയപ്പെടാനുണ്ട്. ഈ രാജ്യത്ത് വളരെയധികം വെല്ലുവിളികൾ ഭരിക്കുന്ന ഭരണകൂടം തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് കേരളത്തെയും സാരമായി ബാധിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള കാലം അവകാശങ്ങൾ നിഷേധത്തിന്റെ ഒരു കാലഘട്ടമായിട്ട് മാറുമോ എന്നുള്ള സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു, അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ള മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും വൻതോതിൽ സ്ത്രീകൾ, ആകെ വരുന്ന ജീവനക്കാരുടെ 3/4 സജീവമാണെങ്കിൽ ആകെ വരുന്ന വനിതാ ജീവനക്കാരികളുടെ 4/4 മാത്രമേ സജീവമുള്ളൂവെങ്കിൽ ഒരു പകുതി വിഭാഗത്തിൽപ്പെട്ടവരെയെങ്കിലും സജീവമാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു കാലത്താണ് ഇവിടെ നമ്മുടെ ഈ സെമിനാറിൽ നമ്മൾ വിഷയമായി പറഞ്ഞിട്ടുള്ളത് സ്ത്രീ പദവിയും ഭരണകൂട നിലപാടുകളുമാണ്. ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ വജ്രജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഈ വനിതാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യണം എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഭരണ വ്യവസ്ഥിതി തന്നെ അട്ടിമറിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ജനാധിപത്യം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? നമ്മളെല്ലാം പൊരുതുന്നത് സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയാണ്. സ്ത്രീകളുടെ സമ്മേളനമാണല്ലോ. ഇക്വാലിറ്റി എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടുള്ള മനസ്സാണ് നമുക്കുള്ളത്. ആ മനസ്സുള്ളവർ പൊരുതും. പോരാട്ടം ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. പിന്നെയും നമ്മൾ മുന്നിലോട്ട് നടക്കും. അങ്ങനെ കൈവന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഈ കേരളത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനം തന്നെ ഒരു കാലത്ത് എൻ്റെയൊക്കെ പ്രായമുള്ള ആളുകൾക്കറിയാം സ്ത്രീകളോട് എത്രമാത്രം അവഗണനാപരമായിട്ടുള്ള സമീപനമായിരുന്നു. ദളിതരോടുള്ള, സ്ത്രീകളോടുള്ള, പെൺകുട്ടികളോടുള്ള സമീപനം ഒരുതരം കാടത്തം നിറഞ്ഞ മനസ്സായിരുന്നു. എന്തിനാണ് അവരിപ്പം പുറത്തേക്ക് പോകുന്നത്? എന്തിനാണ് പെൺകുട്ടികൾ പഠിക്കുന്നത്? പെൺകുട്ടികൾ അങ്ങനെ പഠിച്ചാലും എന്താ ഉള്ളത്? ചെമ്മീൻ തുള്ളിയ മുട്ടോളം ഏറെ തുള്ളിയ ചട്ടിയിൽ. കാരണം അവർ വേറൊരു വീട്ടിൽ പോകേണ്ടവളാണ്, അവിടെ അടുക്കള പണിയെടുക്കേണ്ടതാണ്. ഒരു കാലത്ത് പലരും പറയായിരുന്നു മോൻ്റെ കല്യാണം വേഗത്തിൽ കഴിക്കാന്ന് വിചാരിച്ചോ, വീട്ടിലെ അടുക്കളയിൽ ജോലി നോക്കാൻ ആളുമില്ല. കാരണം കല്യാണം കഴിക്കുന്നത് തന്നെ അടുക്കളയിൽ ജോലി നോക്കാനാണെന്ന് ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ യുവാക്കൾക്കൊന്നും യുവതികൾക്കൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. കാരണം പെൺകുട്ടികൾ സ്കൂളിൽ തന്നെ പോകുന്നത്. പക്ഷേ ഒരു ഭാഗ്യം നമുക്കുണ്ടായി. നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനമായിട്ട് 90-91 മാറിയപ്പോൾ അന്ന് ഈ കേരള സംസ്ഥാനം ഭരിച്ചത് LDF സർക്കാരായിരുന്നു. മുഴുവൻ ആളുകളെയും പഠിപ്പിച്ചു. ഇന്ന് ഈ സംസ്ഥാനത്ത് 90-ന് ശേഷം ഇങ്ങോട്ടുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഓർത്തു നോക്കൂ, 4ാം ക്ലാസ് തുല്യതാ പരീക്ഷ, 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ, 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ, ഇപ്പൊ +2 തുല്യതാ പരീക്ഷ. സ്ത്രീകളാണ് അതിൽ മുൻപിൽ നിൽക്കുന്നത്. ഇപ്പോൾ വിദ്യാസമ്പന്നരാണ്. സാംസ്കാരികമായി, സാമൂഹ്യമായി, അല്പം സാമ്പത്തികമായും ഒക്കെ ഈ ഏറെ കാലഘട്ടത്തിന് ശേഷം ഒരുപക്ഷെ അതിനുള്ള ഫൗണ്ടേഷൻ ഇട്ടത് യാതൊരു സംശയവും വേണ്ട
സ്ത്രീ മുന്നേറ്റത്തിന്, സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ഇട്ടത് കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് EMS ആയിരുന്നു. അതിന് വിദ്യാഭ്യാസ മേഖലയിലൂടെ, അതോടൊപ്പം കാർഷിക ഭൂപരിഷ്കരണ കൊണ്ടുണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റവും, ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് ജാതീയതക്കെതിരെ, തൊട്ടുകൂടായ്മ നിലനിന്നിരുന്ന ഒരു സ്റ്റേറ്റല്ലേ കേരളം. നമ്മൾ തമിഴ്നാട്ടിലെ കുറിച്ചും രാജസ്ഥാനിലെ കുറിച്ചും ഒക്കെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ തൊട്ടുകൂടായ്മയെ കുറിച്ച്. ഈ കേരളത്തിന്റെ മണ്ണിൽ തന്നെ ഒരു ബെഞ്ചിൽ അടുത്തടുത്തിരിക്കാൻ പാടില്ലായിരുന്നു. കുട്ടികള് സവർണർ വേറെ, അവർണർ വേറെ, ദളിതർക്ക് ഒട്ടും പഠിക്കാനും പറ്റൂല, പെൺകുട്ടികൾക്കും പഠിക്കാനില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു അരനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പുരോഗമന പ്രസ്ഥാനത്തിന്റെയും ഇടപെടലിലൂടെ സ്ത്രീ മുന്നേറ്റം വലിയ തോതിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. പക്ഷെ ഇതാണ് കേരളത്തിലെ സ്ത്രീകൾക്കുള്ള ഈ ഒരു സാമൂഹ്യ മുന്നേറ്റം അയൽപക്ക സ്റ്റേറ്റുകളിൽ ഉണ്ടായിട്ടുണ്ടോ? ചോദ്യം അതാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത് സ്ത്രീ പദവിയും നമ്മുടെ ഭരണകൂട നിലപാടുകളും. നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് 140 കോടി ജനങ്ങളാണ്. നേർപകുതി എന്നതിനെ പോട്ടെ, കുറച്ച് കുറഞ്ഞാലും നമുക്ക് നോക്കാം, 70 കോടി സ്ത്രീകളുണ്ട്. ഈ 70 കോടി സ്ത്രീകളുടെ അവസ്ഥ ഈ രാജ്യത്തിലെ പൊതുസമൂഹത്തിന് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. സമൂഹത്തിൽ അവർക്ക് മാന്യമായ സ്ഥാനമുണ്ടോ? അംഗീകാരമുണ്ടോ? തുല്യ ജോലിക്ക് തുല്യവേതനമുണ്ടോ? സംസാരിക്കുന്നതിൽ, ഒരു തീരുമാനമെടുക്കുന്നതിൽ അവർക്ക് പങ്കുണ്ടോ? ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് ആണല്ലോ ഇന്നിപ്പോ നമ്മുടെ രാജ്യത്തുള്ളത്, സംസ്ഥാനത്തുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഭരണവ്യവസ്ഥ ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഈ ജനാധിപത്യ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധികളുടെ സഭയാണ് എന്നിരിക്കെ ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ജനാധിപത്യ ഭരണവ്യവസ്ഥയാണോ നിലനിൽക്കുന്നത് ശങ്കിച്ചാൽ തെറ്റില്ല. അപ്പൊ ജനാധിപത്യം വെല്ലുവിളിക്കപ്പെടുന്നിടത്ത്, ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നിടത്ത് ഇക്വാലിറ്റിക്ക് എന്ത് പ്രസക്തി? ഇപ്പൊ ആദ്യത്തെ യുദ്ധം ഈ രാജ്യത്ത് ഇപ്പൊ വേണ്ടിയിരിക്കുന്നത്, കഴിഞ്ഞ 9 കൊല്ലക്കാലമായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നിലപാടുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഈ 75 കൊല്ലമായി നമ്മൾ പൊരുതുകയാണ് സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി. പാർലമെന്റിൽ, നിയമസഭകളിൽ തുല്യ സ്ഥാനത്തിന് വേണ്ടി. സത്യത്തിൽ എനിക്ക് പലപ്പോഴും സ്വയം ലജ്ജ തോന്നാറുണ്ട്. എന്താ ലജ്ജ എന്ന് വിചാരിച്ചാൽ, എല്ലാ പത്രങ്ങളിലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും വലിയ ക്യൂ സ്ത്രീകളുടേതാണ് വോട്ട് ചെയ്യാൻ. അത് അവരുടെ ഫോട്ടോ ആണ് കൊടുക്കുക പത്രത്തിൽ. ഏറ്റവും നീണ്ട 1 കിലോമീറ്റർ നീണ്ട ക്യൂ സ്ത്രീകൾ വോട്ട് ചെയ്യാൻ. വോട്ട് ചെയ്ത് പാർലമെന്റിൽ എത്തുന്നവർ എത്ര സ്ത്രീകളാണ്? കൊല്ലം 5ഓ 10ഓ അല്ല കഴിഞ്ഞത്, 75 വർഷം പിന്നിട്ട് ഇപ്പം 76ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നമ്മൾ പദവിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ രാജ്യം എങ്ങനെ ഭരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഭരണഘടനാപരമായി തീരുമാനമെടുക്കേണ്ടുന്ന, നിയമനിർമ്മാണം നടത്തേണ്ടുന്ന വേദികളിൽ ഇന്ത്യൻ സ്ത്രീകളുടെ സ്ഥാനം എവിടെ? ഏറ്റവും അധികം പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയുന്ന പല രാജ്യങ്ങളിലും സ്ത്രീ മുന്നേറ്റം വളരെ പ്രകടമാണ്. പാർലമെന്റിനകത്ത് 40%, 50%, 30%, 28%, എന്തിനേറെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിലും പോലും. പക്ഷെ ഇന്ത്യയിലോ 10%. എന്നാ നമുക്ക് വല്ല കൂസലുണ്ടോ? വോട്ട് ചെയ്യാൻ റെഡി, വോട്ട് ചെയ്യും, കൃത്യമായി വോട്ട് ചെയ്യും. അത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയും. പക്ഷെ വോട്ട് ചെയ്യാൻ മാത്രമുള്ള അധികാരത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണിത് ഈ രാജ്യത്ത്? ബ്രിട്ടീഷ് പാർലമെന്റിനകത്ത് ഗാലറിയിൽ ഇരുന്ന് അന്ന് ഒരു വഹതി നമുക്ക് വേണ്ടി പൊരുതി. വോട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു ഉപകരണമല്ല ഞങ്ങൾക്കും തീരുമാനമെടുക്കുന്ന വേദികളിൽ ഞങ്ങൾക്ക് സ്ഥാനം വേണം. എന്നാൽ അതിനു മുമ്പ് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നേടിയെടുത്തതാണ്. എത്രയോ നൂറ്റാണ്ടുകളുടെ, എത്രയോ വർഷങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമായി നേടിയെടുത്തതാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. കേവലമായ ഒരു മലയാളത്തിൽ ചരക്കൻ തന്നെയാണ് എന്ന് പറയാ.
വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലും കൊടുക്കലും ആകാം, അടിമയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി മാറി വന്ന് പല രാജ്യങ്ങളും സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിൽ മാറ്റമുണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യം പലതിലും എന്നതുപോലെ സ്ത്രീ പദവിയുടെ കാര്യത്തിലും വളരെ താഴെയാണ്, വളരെ താഴെയാണ്. എന്തുകൊണ്ട്? ഇപ്പം നമ്മൾ എവിടെയാണ്, സ്ത്രീകൾ എവിടെയാണ് മുന്നിൽ ഇല്ലാത്തത്? അപ്പൊ ചോദിക്കും, ഈ രാജ്യത്തിന്റെ ഒന്നാം പൗരൻ, പുല്ലി സ്ത്രീലിംഗം എന്നാണ്, പൗരൻ അല്ലേ? ഈ രാജ്യത്തിന്റെ, എന്നാ പിന്നെ ഇംഗ്ലീഷിൽ പറയാ സിറ്റിസൺ, എന്നാ പിന്നെ കുഴപ്പമില്ലല്ല. പല വാക്കുകൾക്കും സ്ത്രീലിംഗം ഇല്ല, പല വാക്കുകളും പുല്ലിംഗത്തിൽ മാത്രമാണ്. പോട്ടെ, സാരമില്ല. നമ്മളെ ഒന്നാം പൗരൻ നമ്മുടെ രാഷ്ട്രപതിയാണ്. ഇപ്പൊ രാഷ്ട്രപതി ഒരു സ്ത്രീയല്ലേ? ഞങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലം വേണ്ടി നിൽക്കുന്നവരല്ലേ? ഞങ്ങൾ ദളിതർക്ക് വേണ്ടി നിൽക്കുന്നില്ലേ? ഞങ്ങൾ ഇത്രയും വലിയൊരു കാര്യം, മഹാമനസ്കതയുടെ ആളുകളല്ലേ? ചോദ്യമാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നും ഒരു വനിത രാഷ്ട്രപതിയായിട്ട് വന്നു. നമ്മളെല്ലാം അതിനെ സ്വാഗതം ചെയ്തു. നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യാതെ നമ്മൾ സ്വാഗതം ചെയ്തു. എവിടെ ആയാലും ദ്രൗപദി മുർമു ആദ്യമായിട്ട് ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്ന രാഷ്ട്രപതി, വി ആർ വെൽക്കമിങ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ഈ രാജ്യത്തിലെ സാധാരണപ്പെട്ട സ്ത്രീകളുടെ സ്ഥിതി എന്താണ്? ഉത്തരാഖണ്ഡിൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റിൽ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു സഹോദരിക്ക് വാർഡ് ഇവിടെ 8,000 രൂപ കിട്ടുമ്പോൾ അവിടെ 500 രൂപയാണ്. മനസ്സിലായോ? ഞങ്ങൾ പോയി നോക്കി, അവരോട് നേരിട്ട് ചോദിച്ചു, അല്ലാണ്ട് ആരെങ്കിലും എഴുതിയത് നോക്കിയിട്ടൊന്നുമല്ല. ഓൺലി 500 rupees they are getting, one ward member. Here Kerala, a councillor is getting 8,000 rupees. This is the difference. ഈ ഒരു വ്യത്യാസം പറയുമ്പോ ചിലർക്ക് രസിക്കുന്നില്ല. അതാണ് കേരളത്തിന് വരുന്ന വിഷമം. എന്താന്ന് വിചാരിച്ചാൽ, കേരളം ഇങ്ങനെ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്, യൂറോപ്പിലെ വികസിത രാഷ്ട്രങ്ങളോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ ഞെളിയണ്ട എന്നാണ് അവരെ മനസ്സിൻ്റെ ഉള്ളിൽ ഇരിപ്പ്. അതിനാണല്ലോ ഈ കഴിഞ്ഞ ദിവസം പുതിയൊരു മന്ത്രിയാണ് എൻ്റെ ഒന്നിച്ച് പാർലമെന്റിൽ ഉണ്ടായത്, ലോകസഭയിൽ ഉണ്ടായതാണ്, ശോഭ കരന്തിലജെ അങ്ങനെയാണ് പേര്, ശോഭ. അവരിപ്പോ ഒരു സഹമന്ത്രിയാണ്. സഹമന്ത്രിയായിട്ട് ഇവിടെ വന്നിട്ട് കേരളത്തെ കുറ്റപ്പെടുത്തിയെന്ന്. ഞങ്ങൾ അവിടെ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഇവിടത്തേക്ക് അയച്ചാലും അതിന് മറുപടിയില്ല, ഒന്നും ആവശ്യപ്പെടുന്നില്ല. എന്തൊരു കള്ളത്തരമാണ് ഒരു മന്ത്രി വന്നിട്ട് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുന്നതിന് പകരം ഇവിടെ വന്ന് കേരളത്തെ കുറ്റപ്പെടുത്തുക. ഇപ്പൊ എത്രയാണ് സ്മൃതി ഇറാനി ഒരു പരിപാടിക്കും വരാത്ത ആളാണ്. പക്ഷേ നമ്മുടെ ഒരു പ്രിയപ്പെട്ട കുട്ടി അവിടെ അത്യന്തം ദുഃഖകരവും നിർഭാഗ്യകരവുമായ ഒരു സംഭവം ഉണ്ടായി. സ്മൃതി ഇറാനി അവിടെ 1 മണിക്കൂറല്ലേ ചെലവഴിച്ചത്. മനസ്സിലായോ? കേരളത്തിലെ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഏതെങ്കിലും പഴുതുണ്ടോ എന്ന് നോക്കി നടക്കുന്ന കുറച്ച് മന്ത്രിമാരുണ്ട്. 1-ാം നമ്പർ കേരളത്തിൽ തന്നെ പോയിട്ടുള്ള മുരളീധരൻ. 2 കുറെ മന്ത്രിമാരിങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഒരു മന്ത്രിയും ഈ ഗവൺമെന്റ് നീതി ആയോഗിന്റെ കണക്കിൽ എല്ലാ മേഖലയിലും 1-ാം സ്ഥാനത്താണ്. സ്ത്രീകൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കുടുംബശ്രീ ഉണ്ട്. ഇത് തരക്കേടില്ല. ഇത് രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഈ കുടുംബശ്രീ നടപ്പിലാക്കും. പ്രത്യേകിച്ച് കുടുംബത്തിലൂടെ ഐശ്വര്യം, തൊഴില്, വരുമാനം, ഒരു മെച്ചപ്പെട്ട പദവി, കുടുംബത്തിൽ എല്ലാവർക്കും കയറിക്കിടക്കാൻ ഒരു വീട്, ഇത് ഞങ്ങൾ മറ്റു സ്റ്റേറ്റുകളിൽ നടപ്പിലാക്കും എന്ന് പറയുകയല്ല ചെയ്യുന്നത് ശ്രീ മുരളീധരനും ഈ സ്മൃതി ഇറാനിയും. വളരെ മോശമായ ഭാഷയിൽ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരു ഉപകരണം, കിട്ടുന്ന ഒരു ആയുധമായി അതിനെ ഉപയോഗിക്കുകയാണ്. ഇത് ഒരു രാഷ്ട്രീയ നേതാവിനും യോജിച്ചതല്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരു ജനപ്രതിനിധിക്കും ഒരു ഭരണകർത്താവിനും യോജിച്ചതല്ല. ഈ കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. വിമർശിക്കുന്നതുകൊണ്ടൊന്നും ആരും അതിനെ കുറ്റം പറയില്ല. വിമർശിക്കണം. പക്ഷെ ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വിമർശിച്ചൂടാ. ഒരു വാക്കുപോലും വിമർശിച്ചൂടാ. വിമർശിച്ചാൽ അപ്പൊ തന്നെ ചോദ്യം ചെയ്യും. ഡൽഹിയിൽ ഐഷിക്കൊക്കെ നല്ലപോലെ അറിയാം. ആരൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയോ അമിത്ഷായെയോ വിമർശിച്ചുവോ ആ വിമർശിച്ചവരെ അപ്പൊ തന്നെ കൈകാര്യം ചെയ്യാനുള്ള ഒരു എളുപ്പ വിദ്യ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട.
നേരെ ED അങ്ങോട്ടേക്ക് അയക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതാ പിടിച്ചു. അങ്ങനെ കുറെ ആളുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ സ്ത്രീകളുടെ പദവിയൊക്കെ കുറിച്ച് തന്നെ പറയാം. നേരത്തെ ഇവിടെ 1-2 കാര്യം പറഞ്ഞു. ഞാൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ 28-ാം തീയതി ഈ രാജ്യത്ത് ഒരു വലിയ സംഭവം നടന്ന ചർച്ച നടന്നു. പക്ഷെ ചീറ്റിപ്പോയി, അത് വേറെ കാര്യം. പാർലമെന്റ്, അന്നത്തെ കാലത്തെ പാർലമെന്റ്, ഞാനും സുജാതയും ഒക്കെ ഇരുന്ന ലോകസഭ ഞങ്ങൾക്കറിയാം. നല്ല ഒന്നാന്തരം, അതിൽ നമുക്ക് ഒരു അഭിമാനം തോന്നും. അത് ചെറിയ ചെറിയ ബെഞ്ചൊക്കെ ആണെങ്കിലും നമ്മൾ ഈ സ്കൂൾ കുട്ടികൾ ഇരിക്കുന്ന പോലെ അടുത്തടുത്ത് ഇരിക്കണം ബെഞ്ചാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണല്ലോ ഇത്, നമുക്ക് അങ്ങനെ തോന്നും. ഒരു അപകടവും പറ്റിയിട്ടില്ല. പക്ഷെ 20,000 കോടി രൂപ മാറ്റിവെച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് 900 കോടി ചെലവഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആവട്ടെ, ഞങ്ങളുടെ കീഴിൽ ഒരു ചരിത്രം ഉണ്ടാക്കണം. ആ ചരിത്രം എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ചരിത്രം എല്ലാം മാറ്റണം. പുതിയ ചരിത്രം ഉണ്ടാക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു പുതിയ പാർലമെന്റ്, ഈ ഗവൺമെന്റ് തന്നെ, നരേന്ദ്രമോദിയും ഗവൺമെന്റും പ്രധാനമന്ത്രിയും ഗവൺമെന്റും തീരുമാനിച്ച് പൂർത്തിയാക്കിയിട്ട് 28-ാം തീയതി എല്ലാവരും ചോദിച്ചു, എന്താ 28-ന് പ്രത്യേകത? 30 അല്ല, അതല്ലെങ്കിൽ ഒന്നുമല്ല, ഇത് 28-ന് എന്താണ് പ്രത്യേകത? ഇപ്പൊ മഹാത്മജി അല്ല യഥാർത്ഥ മഹാത്മജി. അങ്ങനെ രക്തസാക്ഷിത്വം വരിച്ച സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളൊന്നുമല്ല. അതിനും വെറുതെ ആ കഥയിലും പോയി. ഈ രാജ്യം ഏകമത രാഷ്ട്രമാക്കണം എന്നെല്ലാം ഉദ്ഘോഷിക്കുന്ന RSSന്റെ ഫൗണ്ടർ, സ്ഥാപക നേതാവ് സവർക്കറുടെ ജന്മദിനമാണ് 28-ാം തീയതി, മെയ് 28-ാം തീയതി. അന്ന് ഇത് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, ശരി, ആ ഡേറ്റ് ആരായിരിക്കും ഉദ്ഘാടനം? തറക്കല്ലിട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അന്ന് തന്നെ കുറച്ച് പ്രശ്നം വന്നിരുന്നു. ഈ ലോകസഭയുടെയും രാജ്യസഭയുടെയും ഈ കെട്ടിടം, ഈ പാർലമെന്റ് മന്ദിരം എന്ന് പറയുന്നത് അണ്ടർ ദി സ്പീക്കറുടെ അണ്ടറിലാണ് എല്ലാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതിയും സ്പീക്കറുമാണ് ഇതിന്റെ ആകെ ഉത്തരവാദിത്വമുള്ള 2 പ്രധാനപ്പെട്ട ആളുകൾ. പാർലമെന്റ് തുടങ്ങുമ്പോൾ തന്നെ രാഷ്ട്രപതിയുടെ പ്രസംഗമാണ്. ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്, പ്രധാനമന്ത്രിയല്ല. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു വിഭാഗം തിരഞ്ഞെടുത്തു, അത് പ്രധാനമന്ത്രി ഭരണം നടത്താനുള്ള നേതാവ്. അല്ലാണ്ട് പാർലമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു റോളില്ല. പണം അനുവദിച്ചു കൊടുക്കണം സ്പീക്കർക്ക്, അത്രയേ ഉള്ളൂ. നമ്മുടെ നിയമസഭാ വിജയകുമാർ സ്പീക്കറായിരുന്ന സന്ദർഭത്തിലാണ് അല്ലേ ഇവിടെ പുതിയ കെട്ടിടം. അന്ന് KR നാരായണനാണ് നമ്മുടെ അന്ന് രാഷ്ട്രപതിയായിരുന്ന ദളിത് വിഭാഗത്തിൽ നിന്ന് അന്ന് രാഷ്ട്രപതിയായിരുന്ന മലയാളിയായ KR നാരായണനാണ് LDF ഭരിക്കുമ്പോൾ തന്നെ 98-ൽ ഈ പുതിയ നിയമസഭാ മന്ദിരം, അതുവരെ സെക്രട്ടേറിയറ്റിലായിരുന്നു, ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പാർലമെന്റ് മന്ദിരം എടുത്തു, ശരി, എല്ലാവരും അംഗീകരിച്ചു. എന്നാൽ ഇന്ത്യ ആകെ 140 കോടി ജനങ്ങളും ഉറ്റുനോക്കുന്ന ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് യഥാർത്ഥ അവകാശിയായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തി രാഷ്ട്രപതിയാണെന്നിരിക്കെ, അത് A or B ആണെന്നിരിക്കെ, രാഷ്ട്രപതിയെ അവർ ക്ഷണിച്ചതുപോലുമില്ല. പിന്നീട് അതിനെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചാൽ, ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ഒക്കെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി, അങ്ങനെയുമില്ല, ക്ഷണിക്കുന്നുമില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഒന്ന്, രാഷ്ട്രപതി സ്ത്രീയാണ്. 2, അവർ ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. വളരെ താഴ്ന്ന ഒരു ഗോത്രത്തിൽപ്പെട്ടവരാണ്. 3, അവർ ഒരു വിധവയാണ്. ഈ 3 കാരണം കൊണ്ട് ഒരു സ്ത്രീ രാഷ്ട്രപതി ആയാൽ തന്നെയും യാഗം, ഹോമം, പൂജ, അവിടെ എന്തൊക്കെയാ നടന്നത്? അവിടെ നിന്നവരെല്ലാം കണ്ടില്ലേ? പ്രധാനമന്ത്രി നടുക്ക്, കാഷായ വസ്ത്രധാരികളായ സ്വാമിമാർ 2 ഭാഗത്തും. പക്ഷെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സീൻ അവിടെ കണ്ടു. നമ്മളെ ധനകാര്യമന്ത്രി, സ്ത്രീ ആരും ഇല്ല എന്നാരെങ്കിലും പറയുമോ എന്ന് കരുതിയിട്ടാണെന്നറിയില്ല, കുറച്ച് വിട്ടിട്ട്, ആ ഫോട്ടോ കണ്ടാലറിയാം, എല്ലാവരും അടുത്തടുത്ത്, നിർമ്മല സീതാരാമൻ അങ്ങ് കുറച്ചപ്പുറത്ത്, കുറച്ച് വിട്ട് നിർമ്മല സീതാരാമൻ. ഇത് മുഴുവൻ പ്രധാനമന്ത്രിയും സ്വാമിമാരും. അതിലെ പൂജ നടത്തിയവരുണ്ട്, ബ്രാഹ്മണരായിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ കൂടുതൽ. ഈ ബ്രാഹ്മണരും പൂജാരികളും
ഈ വലിയ വലിയ ആളുകളൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ വരുന്ന സന്ദർഭത്തിൽ ഈ സ്ത്രീ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. പണ്ടത്തെ ഇവരുടെ മനുവിന്റെ ശാസ്ത്രപ്രകാരം സ്ത്രീ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. മനസ്സിലായിട്ടില്ലേ? കെട്ടിടം തറക്കല്ലിടലും ഉദ്ഘാടനം ചെയ്യുന്നതും സ്ത്രീ പാടില്ല. കേരളത്തിൽ നടക്കുന്നത് വിചാരിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും അങ്ങനെയൊന്നല്ല. പഞ്ചായത്തില് ബീഹാറിലെ ഒരു പഞ്ചായത്ത് മെമ്പറെ നമ്മൾ കണ്ടു. അവര് പറയുന്നത് ഞങ്ങള് ഒരു ദളിതാണ്, പഞ്ചായത്ത് സഭയിൽ ഇരിക്കാൻ വിടില്ല. അവരെ ഭർത്താവ് പുറത്തുപോയി നിൽക്കും. സംവരണാണല്ലോ, കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവരെ അറിയിക്കും ഇന്നത് ചെയ്യണം. അവരോ പോകുന്നില്ല, അവരെ ഭർത്താവാ പോകുന്നു. ഭർത്താവ് പോയാലും കസേരയിൽ അപ്പുറം ഉള്ളിലിരിക്കാൻ പാടില്ല, പുറത്ത്. സവർണനാണ് പഞ്ചായത്ത് പ്രസിഡന്റെങ്കിൽ പിന്നെ സ്ത്രീക്ക് അങ്ങോട്ട് പ്രവേശനേ ഇല്ല. തീണ്ടിക്കൂടായ്മയുണ്ട്, അതുകൊണ്ടാണ്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ. അപ്പൊ നമ്മുടെ രാഷ്ട്രപതി സ്ത്രീയാണ്, ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതാണ്. അതിനൊക്കെ പുറമെ ഈ ഭർത്താവ് മരിച്ചു പോയാൽ പിന്നെ സ്ത്രീയുടെ അവസ്ഥ എന്താണെന്നറിയോ? പണ്ട് കേരളത്തിലും എന്തായിരുന്നു? കുറച്ചൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ. ഭർത്താവ് മരിച്ച സ്ത്രീ വീട്ടിനുള്ളിൽ നിന്ന് നമ്മൾ ആരെങ്കിലും പണ്ടത്തെ കാലത്ത് ഒരാള് പുറത്തേക്ക് പോകുന്നു എന്ന് വിചാരിച്ചോ, ആ സ്ത്രീ പുറത്തേക്ക് അറിയാതെ ഒന്ന് ഇറങ്ങിപ്പോയി, ശകുനം മുടക്കി, ദുശകുനായി. ഭർത്താവ് മരിച്ച സ്ത്രീയെ കാണുന്നത് തന്നെ ദുശകുനമാണ്. അവരടുത്തൊക്കെ ഒന്ന് പോയിക്കൂടാ. ഭർത്താവ് മരിച്ചാൽ ഉടനെ താലി പൊട്ടിക്കണ്ടേ? ഭർത്താവ് മരിച്ചാൽ ഉടനെ കെട്ടിയ താലി പൊട്ടിക്കണം. പിന്നെ പൊട്ട് തൊടാൻ പാടില്ല, പിന്നെ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല, വെള്ള വസ്ത്രം ധരിക്കണം. ഇതൊക്കെ ആയിരുന്നു പണ്ടും കേരളത്തിലും. എങ്കിൽ വടക്കേ ഇന്ത്യയിൽ അതേ സ്ഥിതിയാണ് ഇപ്പോഴും, ഒരു മാറ്റവും ഇല്ല. യുപിയിലെ വൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലം അറിയാവോ? വൃന്ദാവൻ, പുരാണത്തിലെ വൃന്ദാവൻ എല്ലാവർക്കും അറിയാലോ. രാധയും കൃഷ്ണനും പ്രണയലീല ആടിയ ആ സ്ഥലമാണ് ഈ വൃന്ദാവൻ, മധുരയിലെ. ആ വൃന്ദാവൻ, അവിടെ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളുണ്ട്, ആരാധനാലയങ്ങൾ, ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട്. ഏകദേശം 40,000-ഓളം വിധവകളെ, ചെറിയ 20 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള പ്രായം ചെന്നവര്, ചെറുപ്പക്കാരികൾ അവിടെ നടതള്ളിയിരിക്കുകയാണ്. വീട്ടിൽ പറ്റൂല അവരെ നടതള്ളിയിരിക്കുകയാണ്. ഒരു ദിവസം അവിടുത്തെ പാർലമെന്റ് മെമ്പർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാർലമെന്റ് മെമ്പറാണ്, ഇപ്പോഴും അറിയാം, എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് വരെ അറിയാം. ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സിനിമാ താരം ഹേമ മാലിനി. അവരൊരു പ്രമേയം കൊണ്ടുവന്നു. എല്ലാവരും ശ്രദ്ധിച്ചു, ഇവരെന്താണ് ഒരു പ്രമേയം, എന്താ ഇതിൽ വൃന്ദാവൻ പിന്നെ വിഡോസിനെ സംബന്ധിച്ചതാണ്. അപ്പൊ എല്ലാവരും വിചാരിച്ചു വിഡോസിനെ പറ്റി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം എന്നാണ്. പറഞ്ഞു ഇവരെന്താ പറഞ്ഞതെന്നറിയോ? എൻ്റെ മണ്ഡലത്തിൽ ഇനി ഈ മാലിന്യം കൊണ്ട് തള്ളാൻ ഞാൻ അനുവദിക്കൂല. ഇത്രയും വിധവകളെ ഈ രൂപത്തിൽ എൻ്റെ മണ്ഡലത്തിൽ തന്നെ കൊണ്ടുവരിക എന്നുള്ളത്, ഇനി വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ ഈ മാലിന്യം നമ്മൾ കൊണ്ടുവരുമ്പം അവരെ എതിർക്കുമല്ലോ ഇവിടെയൊക്കെ. അപ്പൊ വേറൊരു സ്ഥലം നോക്കും. അതുപോലെ വിധവകളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരരുത്, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ. എൻ്റെ മണ്ഡലത്തിലേക്ക് ഇനി ഈ വിധവകളായ സഹോദരിമാരെ കൊണ്ടുവരരുത്. ആ പാവപ്പെട്ട വിധവകൾ പ്രായമായാൽ യാചിച്ചിട്ട് ഭക്തന്മാർ വരുമ്പം യാചിക്കും. പാവപ്പെട്ട പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടും. രണ്ടും ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യയുടെ യഥാർത്ഥ മുഖം, ഒരു സ്ത്രീയുടെ. ഇതാണ് പദവി. ഭർത്താവ് മരിച്ചു പോയാൽ പിന്നെ ദുശകുനമായ അങ്ങനെയുള്ള വിധവ ആയ നമ്മുടെ രാഷ്ട്രപതി, ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്, അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പൂജാരികളില്ലേ അവിടെ, ബ്രാഹ്മണരില്ലേ അവിടെ കൊണ്ടുവന്നിട്ട് ഈ രാഷ്ട്രപതിയെ ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റുമോ? അത് 3 കാരണം കൊണ്ടും. ഈ രാജ്യത്തിന്റെ 28-ാം തീയതി എന്ന് പറയുന്ന ദിവസം ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ഈ ജനാധിപത്യ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ലജ്ജാകരമായ അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഒരു അങ്ങേറ്റ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും മനുഷ്യത്വത്തിനും ഏറ്റവും വലിയ പ്രഹരമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിയെ ക്ഷണിക്കാതെ അവഗണിച്ച് അവിടെ രാഷ്ട്രപതി ഭവനിൽ ഇരുത്തിയത്. ഇതാണ് പദവി. സ്ത്രീകളുടെ പദവി എന്ന് പറയുമ്പോൾ പദവിയുണ്ട്, പക്ഷെ പ്രയോഗത്തിലോ? പദവി, ഒരു സ്ഥാനം കൊടുത്തു ഒരു സ്ത്രീക്ക്, ശരിയാണ്. നമുക്ക് കുറച്ച് മന്ത്രിമാരുണ്ടാവാം, കുറച്ച് MP-മാരുണ്ട്, കുറച്ച് MLA-മാരുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു പദവിയായിട്ട് കണ്ടിട്ട് കാര്യമില്ല. നിയമം മൂലം സമത്വത്തിന് വേണ്ടിയിട്ടുള്ള വഴി, ആ വഴിയിൽ കൂടി സഞ്ചരിച്ച് സ്ത്രീകൾക്ക് സമത്വം ഉണ്ടാക്കി കൊടുക്കണം. ഏതുപോലെ?
ഇപ്പൊ നമ്മുടെ സിവിൽ സർവീസ് മേഖലയിൽ സ്ത്രീയും പുരുഷനും ശമ്പളത്തിൽ ഒരുപോലെ. അതാണോ പുറത്ത് പ്രൈവറ്റ് മേഖലയിൽ? പല മേഖലകളിലും വയലുകളിലും പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവർക്കും ചില ഫാക്ടറികളിലും സ്ത്രീക്ക് കൂലി വേറെ, പുരുഷന്മാർക്ക് വേറെ കൂലി വേറെ. കേരളത്തിൽ അത് വലിയ തോതിലുണ്ടായിരുന്നത് പോരാട്ടത്തിന്റെ ഫലമായിട്ട് മാറ്റിയെടുത്തതാണ്. അപ്പൊ ഇത്തരത്തിൽ പദവി എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് കേവലമായ ഒരു സ്ഥാനമല്ല, മറിച്ച് സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് നമുക്ക് 75 വർഷം കഴിഞ്ഞ് ഇപ്പൊ 76ാമത് സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആചരിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 75ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു സ്ത്രീ ശക്തി. അതാണ് ഞാൻ ഏറ്റവും അധികം കാര്യമായിട്ട് എടുക്കുന്നത്. നാരി ശക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നും ചെയ്തില്ല. ഈ രാജ്യത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീ സമൂഹത്തിന് വേണ്ടി അവരനുഭവിക്കുന്ന കോവിഡ് കാലവും അതിനുശേഷവും ഉണ്ടായിട്ടുള്ള തൊഴിലില്ലായ്മ, പട്ടിണി, അതുപോലുള്ള പ്രയാസങ്ങൾ, ജീവിത പ്രയാസങ്ങൾ, രോഗം, ഇതിനൊന്നും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ അവർക്ക് സാധിക്കില്ല. ഇപ്പൊ 76ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? കേട്ടാല് ഈ വാചകം വഴി കേട്ട് മടുത്തു. ഇപ്പോ 76ാമത് ഓഗസ്റ്റ് 15-ാം തീയതി അദ്ദേഹം പറയുന്നത് ഓഗസ്റ്റ് 15-ന് എല്ലാം പരേഡ് മുഴുവൻ സ്ത്രീകളായിരിക്കും. അതാണ് പരേഡ്. കേട്ടാൽ എത്ര മഹത്തരം! സ്ത്രീകളെല്ലാം കൊണ്ടൊന്ന് സ്ത്രീകളുടെ മാത്രം പരേഡ് കൊല്ലത്തിൽ ഒരിക്കൽ ഓഗസ്റ്റ് 15-ാം തീയതി പുരുഷന്മാർക്ക് പകരം. അതുകൊണ്ട് ഇവിടെ എന്ത് നേട്ടം? മുഴുവൻ പട്ടാളത്തെയും സൈന്യത്തെയും പോലീസുകാരെയും എല്ലാം അവരുടെ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ വനിതാ പോലീസുകാരുണ്ട്. നല്ല നമുക്ക് ഇത്രയേറെ നല്ല തൻ്റെ ഇടത്തോടെ ഇടപെടുന്ന പോലീസുകാർ. തമിഴ്നാട്ടിൽ മോശമല്ല വനിതാ പോലീസ്, എനിക്കറിയാം. ഇവിടെ കേരളത്തിലും എത്ര നല്ല തൻ്റെ ഇടത്തിലാണ്, എത്ര നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്. അവരൊക്കെ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ വരും, നല്ലത്. പക്ഷെ അതൊരു രാജ്യത്തിന്റെ നേട്ടമായിട്ട് ഇതാ പരേഡിൽ ഇനി സ്ത്രീകൾ മാത്രം നടത്തുന്ന പരേഡ് എന്നൊക്കെ അത് വലിയൊരു വിമർശനം വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ രാജ്യത്തുള്ള അധ്വാനിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന ഏകദേശം 80 ലക്ഷത്തോളം ആള് വരുന്നാണ് പറയുന്നത്. ഈ 80 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സർക്കാരും കോർപ്പറേറ്റ് ശക്തികളും തമ്മിലുള്ള ചങ്ങാത്തം ശക്തിപ്പെട്ട് വരണം. ആദ്യം പണ്ട് കോൺഗ്രസിന്റെ കാലത്ത് അത് രഹസ്യമായിട്ടാണ് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ പരസ്യമായിട്ട് കോർപ്പറേറ്റ് ശക്തികളുമായി നല്ല രീതിയിലുള്ള ബന്ധമാണ്. അവരാണ് 1% മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 80% കാര്യം വളരെ വളരെ പിന്നിലാണ്. അതിൽ വരുന്ന സ്ത്രീകളുടെ സ്ഥിതിയോ? ഈ 80% വരുന്ന ദരിദ്രരുടെ പകുതിയോളം വരുന്ന നമ്മുടെ സ്ത്രീ സഹോദരിമാരുടെ സ്ഥിതി അതിലേറെ ദയനീയമാണ്. ഒരു തരത്തിലും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അവർക്ക് ആവശ്യമായ ജീവിതം, ഒരു സാമാന്യമായ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം പോലും സൃഷ്ടിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് പറഞ്ഞു ഇനിയിപ്പോ ഒരു റേഷൻ കാർഡ് ഹോൾഡർക്ക് കൊടുക്കുന്ന 5 കിലോ അരി ഗോതമ്പും ഇനി കൊടുക്കാൻ പറ്റൂല സബ്സിഡി അനുസരിച്ച്. ഏറ്റവും പാവപ്പെട്ടവരാണ് ഇന്ത്യയിലെ പാവപ്പെട്ട. അന്ന് സ്മൃതി ഇറാനി കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറുമായി അന്ന് അന്തരിച്ചു പോയ സുഷമാ സ്വരാജും കൂട്ടരും എല്ലാവരും കൂടി നടു റോട്ടിൽ ഇരുന്ന് സമരം ചെയ്തു. 400 രൂപയിൽ നിന്ന് 410 രൂപയാക്കിയിരിക്കുന്നു സമരം ചെയ്തു. എന്നാൽ ഇതേ BJP ഗവൺമെന്റ് വന്നപ്പോ 410 ഉണ്ടായിരുന്നത് 420 ഉണ്ടായിരുന്നത് ഇന്ന് 1200 വില വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോ പാർലമെന്റിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും വനിതാ മന്ത്രിയും ഒക്കെ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, ഈ വർദ്ധിക്കുന്ന പൈസ ഇന്ത്യയിലെ പാവപ്പെട്ട എല്ലാ കുടുംബങ്ങളിലേക്കും അതിന്റെ സബ്സിഡി അക്കൗണ്ടിലേക്ക് കൊടുക്കും. സബ്സിഡി അക്കൗണ്ടിലേക്ക് കൊടുക്കും. അത് സബ്സിഡിയാണ്. വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വിഷമം ഉണ്ടാവുള്ളൂ, വേറെ ആർക്കും. അങ്ങനെ വർദ്ധിപ്പിച്ച് 500ആയി, 600ആയി, 700ആയി, 800ആയി, 900ആയി, 1000ആയി, 1100ആയി. ഇപ്പോ 1200 വേണം വാഹനത്തിന്റെ അടക്കം, വേണ്ടേ? പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളി 1600 രൂപ കിട്ടുന്ന ഒരു ഭാര്യയും ഭർത്താവ് വീട്ടിലുള്ളത്. 3200 രൂപ കേരളത്തിൽ കിട്ടുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഈ 1200 രൂപ ഒരു 1.5 മാസക്കാലത്തേക്ക് ഇതിന് കൊടുത്താൽ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? ഒരു നയാ പൈസ കഴിഞ്ഞ 4 കൊല്ലത്തിലേറെയായിട്ട് അവർ പ്രഖ്യാപിച്ച് കൊടുക്കുമെടുക്കുമെന്ന് പറഞ്ഞ തുക 10 പൈസ ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു കുടുംബത്തിലും പണം അനുവദിച്ചിട്ടില്ല.
ഇതാണ് സ്ത്രീകളെ സഹായിക്കുന്ന ഗവൺമെന്റ്. അപ്പൊ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു ഗവൺമെന്റ്, പിന്നെ അവർക്ക് സമൂഹത്തിൽ പദവി കൊടുക്കാൻ എന്ത് മനസ്സെന്ന അവരോടുള്ള സമീപനം എന്താ? അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അധികാരത്തിലേറ്റ സന്ദർഭം കൂടിയായിരുന്നു. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യ ദിനാഘോഷം വളരെ ഗംഭീരായിരുന്നു ഈ പ്രാവശ്യം, 75-ാം വാർഷികം എന്നുള്ള നിലയിൽ. പക്ഷേ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേ ദിവസം രാജസ്ഥാനിൽ ഒരു പെൺകുട്ടി കൂജയിൽ നിന്ന് സവർണർ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന കൂജയിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അധ്യാപകർ ഈ കുട്ടിയെ കൊന്നുകളഞ്ഞു, അടിച്ചടിച്ചിട്ട്. ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന് നിനക്ക് ഇങ്ങനെ തൊടാൻ പറ്റി? ദൂരെന്നല്ല, കഴിഞ്ഞ കൊല്ലത്തേതാണ് സംഭവം. 2022 ഓഗസ്റ്റ് 14 നടന്ന സംഭവം രാജ്യം മുഴുവൻ വാർത്തയായി. പക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രപതിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഈ ഒരു വാക്ക്, ഈ ഒരു കാര്യം, ജാതീയതയുടെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന അതിനിഷ്ഠൂരമായ ഈ സംഭവം, അത് ഖേദം, അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി എന്ന് പറയാൻ യഥാർത്ഥത്തിൽ രാഷ്ട്രപതിക്ക്, ആദിവാസി ഗോത്രവിഭാഗത്തിൽ നിന്ന് വന്ന രാഷ്ട്രപതിക്കും സാധിച്ചില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നത് KR നാരായണൻ രാഷ്ട്രപതിയായിരുന്ന സന്ദർഭത്തിൽ ഒറീസയിൽ, അതും ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ തൊട്ട് തലേ ദിവസം, ഗ്രഹാം സ്റ്റെയിനിന്റെ കുഞ്ഞുങ്ങളും ചുട്ടുകരിച്ച് കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടനീളം എന്തായിരുന്നു എന്നറിയോ? അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രധാനമായും കേന്ദ്രീകരിച്ചത് ഏറ്റവും നീചവും നിന്ദ്യവുമായിട്ടുള്ള ഒരു കൊലപാതകമാണ്, ഒരു നിഷ്ഠൂരമായ, കുട്ടികളെ അടക്കാണ്. ആ ഭാര്യ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ഇത് ഈ രാജ്യം മുഴുവൻ അപലപിക്കണമെന്ന് പറയാൻ കേരളത്തിൽ നിന്നുള്ള അന്നത്തെ രാഷ്ട്രപതിക്ക് സാധിച്ചെങ്കിൽ, ഇന്ന് ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റ് കാലത്ത് രാഷ്ട്രപതി എന്ന് പറയുന്ന നമ്മുടെ വനിതാ രാഷ്ട്രപതിക്ക് ഒരക്ഷരം ശബ്ദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. കാരണം രാഷ്ട്രപതി എന്നത് ഒരു റബ്ബർ സ്റ്റാമ്പാണ്. അത് ബഹുമാനപ്പെട്ട മുൻ രാഷ്ട്രപതി രാം കോവിന്ദ് ആയാലും ഇപ്പോഴത്തെ ദ്രൗപദി മുർമു ആയാലും BJP ഗവൺമെന്റ് കാലത്ത് അവർ റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ്. അത് കാശ്മീർ വിഭജനത്തിന്റെ കാര്യത്തിലായാലും, സിറ്റിസൺസ് അമെൻമെന്റിന്റെ കാര്യത്തിലായാലും, കർഷക വിരുദ്ധ നിയമത്തിന്റെ കാര്യത്തിലായാലും, തൊഴിലാളി വർഗം നേടിയെടുത്തിട്ടുള്ള, ഇന്ത്യയിലെ തൊഴിലാളി വർഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും തട്ടിപ്പറിക്കുന്ന, ട്രേഡ് യൂണിയൻ രംഗത്ത് അവർ ആർജിച്ചതെല്ലാം തട്ടിപ്പറിക്കുന്ന കാര്യത്തിലായാലും, ഇങ്ങനെ പല നിയമങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെല്ലാം ഒപ്പുവെക്കുന്ന രാഷ്ട്രപതി ആയിട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അത് ദ്രൗപദി മുർമുവും അത് തന്നെയാണ്. അതുകൊണ്ട് പദവി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ 75-ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ കാര്യം എന്ന് പറയുന്നത് ഗുജറാത്തിൽ ബിൽക്കിസ് ബാനുവിന്റെ കൊലപാതകം. നേരത്തെ ഇവിടെ സ്വാഗതം ആശംസിച്ചപ്പോ പറഞ്ഞു ഷീജ, ബിൽക്കിസ് ബാനു കൊലപാതകത്തിൽ 17-18 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബാക്കിയായത് 3 പേരാണ്. അവർക്ക് വേണ്ടി വാദിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ട്രീസ സെതൽവാദ് ജയിലിലടക്കപ്പെട്ടത്. വേറൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ട്രീസ സെതൽവാദ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഇവർക്ക് വേണ്ടി നിലകൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ കഴിഞ്ഞ ഒരു 6 മാസം അവർ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. ഈ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന മുസ്ലിം സഹോദരി ഗർഭിണിയായിരുന്നു. അവരെ കൂട്ടത്തോടെ ആ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അവരെ ആട്ടി ഓടിക്കണം അവിടുത്തെ ഹിന്ദു വർഗീയവാദികൾക്ക്. ആ കലാപത്തിൽ ഇവര് ഓടി വയലിലേക്ക് ഓടുമ്പോൾ അവിടെ നിരവധി 5 സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞു. 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പാറക്കിട്ടടിച്ചു കൊന്നു. ബാക്കിയുള്ളവരെ കുറേയാളെ കാണാനില്ല. കൊലപാതകവും റേപ്പും, ബിൽക്കിസ് ബാനുവിനെയും റേപ്പ് ചെയ്തു. അവരെ ചളിയിൽ അങ്ങനെ കിടന്നു. കുറേ കഴിയുമ്പോൾ ആരോ കണ്ടു, എടുത്തു കൊണ്ടുപോയി. എങ്ങനെയൊക്കെയാണ് അതിന്റെ 20 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. ആ 20 കൊല്ലം മുമ്പുള്ള സംഭവം എങ്ങനെയാണ് കഴിഞ്ഞ വർഷം 75-ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തതെന്നറിയോ? ട്രീസ സെതൽവാദ് ഉൾപ്പെടെ നമ്മുടെ അവിടുത്തെ വളരെ പുരോഗമനവാദികളായ ആശയഗതിക്കായ നമ്മുടെ ആളുകളെല്ലാം കൂടി ചേർന്ന്, ഇടതുപക്ഷ പ്രസ്ഥാനം ഒന്നിച്ചേർന്ന് ബിൽക്കിസ് ബാനുവിന് നീതി കിട്ടുന്നതിന് വേണ്ടി പൊരുതി. അങ്ങനെ കേസ് അവിടുന്ന് മാറി. എന്നിട്ട് പിന്നെ അവസാനം മഹാരാഷ്ട്ര ബോംബെയിലെത്തി. എന്നിട്ട് സുപ്രീം കോടതി ശിക്ഷിച്ചു. 11 പേരെ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ
75-ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി കുറേ ആളുകളെയൊക്കെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും. ആ മോചിപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് നോക്കുക എന്ന് വെച്ചാൽ വളരെ ഹീനിയസ് ആയിട്ടുള്ള ക്രൈം ചെയ്തവരെയല്ല, വളരെ റേപ്പും കൂട്ടക്കൊലയും ഒക്കെ നടത്തിയവരെയല്ല, അല്ലാത്ത ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അറിയാതെ തെറ്റുപറ്റിപ്പോയി എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ചിലരെ ഒരു ജീവപര്യന്തമാണെങ്കിൽ ഒരു 10-15 കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞാൽ വിടും. ഇവിടെ അതല്ല, 11 കൊല്ലം മാത്രമേ 11 കൊല്ലം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെയൊക്കെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിക്ക് ഈ ജയിലിൽ നിന്നുള്ളവർ കത്തെഴുതിയെന്നാണ്. സുപ്രീം കോടതി പറഞ്ഞു ഇക്കാര്യത്തിൽ ഞങ്ങളല്ല, അത് ശരിയാണ്, സംസ്ഥാന സർക്കാരുകളാണ്, കേരള സർക്കാരാണ് നോക്കുക, അതുപോലെ ഓരോ സംസ്ഥാന സർക്കാരാണ് ആരൊക്കെയാണ് ജയിൽ മോചിതരാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. അത് കിട്ടേണ്ട താമസം ഗുജറാത്ത് ഗവൺമെന്റ് മുഴുവൻ ആളുകളെയും, ബിൽക്കിസ് ബാനു കേസിൽ ശിക്ഷിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും ജയിൽ മോചിതരാക്കി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് വളരെ വലിയ പ്രതിഷേധമുയർന്നു. ഇത് ശരിയല്ല, ഇത്രയേറെ നികൃഷ്ടമായ നിഷ്ഠൂരമായ കൊലപാതകവും ഈ റേപ്പും നടത്തിയിട്ടുള്ള ഈ കിങ്കരന്മാരെ എത്രയോ വർഷം ഇനി ജയിലിൽ കിടക്കേണ്ടവർ അവർ BJP ഗവൺമെന്റ് ആണ് ഗുജറാത്തിൽ എന്നുള്ളത് കൊണ്ട് മാത്രം പുറത്തേക്ക് വിട്ടപ്പോൾ ഇടപെടാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, സ്ത്രീ ശക്തി നാരീ ശക്തി എന്നൊക്കെ പറയുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് വാചകമടിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു വാക്കുപോലും ബിൽക്കിസ് ബാനുവിന്റെ കൊലയാളികളെ, അവരെ കുഞ്ഞുങ്ങളെ പാറക്കിട്ടടിച്ച് കൊന്നിട്ടുള്ള ആ കൊലയാളികളെ, കുടുംബത്തെ ആകെ നശിപ്പിച്ച ആ കൊലപാതകളെ കുറ്റവാളികളെ ഇങ്ങനെ വിട്ടത് ശരിയല്ല എന്ന് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെയും കൂടി മനസ്സോടുകൂടിയാണ്. ഇപ്പൊ സ്ത്രീക്ക് എവിടെയാണ് സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്നിടത്ത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് എവിടെയാണ് ഈ പദവി എന്ന് പറയുന്നത്? കുടുംബത്തിനകത്തോ, സമൂഹത്തിലോ, ജോലി സ്ഥലത്തോ? എന്തുകൊണ്ട് ഈ രാജ്യത്ത് സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് അതിന് എതിരായിട്ടുള്ള നിയമം വന്നു? തൊഴിലെടുക്കുന്നിടത്ത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടാൽ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഇന്റേണൽ കമ്മിറ്റി വേണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടായത്? പരാതികൾ ധാരാളം വൈശാഖ കേസിൽ ഇഷ്ടംപോലെ വന്നപ്പോൾ സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ഇത് പിന്നീട് വന്ന നിർഭയ കേസ് പോലെ ഈ ഒരു നിയമം വന്നു. ഇത്തരം ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ആ നിയമാനുസൃതമായി കിട്ടേണ്ടുന്ന തൊഴിലിടങ്ങളിലെ നീതി കിട്ടണ്ടേ? അത് ഈ രാജ്യത്ത് കിട്ടുന്നുണ്ടോ? സ്ത്രീ എപ്പോഴും അവഗണിക്കപ്പെടുന്നത് മാത്രമല്ല, വിവാഹിതരല്ലാത്ത ഒരു ഉദ്യോഗസ്ഥയാണെങ്കിൽ അവരോടുള്ള പെരുമാറ്റം, ഭർത്താവ് മരിച്ചുപോയാൽ ചെറുപ്പക്കാരിയായിട്ടുള്ള അവരോടുള്ള പെരുമാറ്റം, ഭീഷണി, സമ്മർദ്ദം, പറഞ്ഞ പോലെ കേട്ടിട്ടില്ലെങ്കിൽ സസ്പെൻഷൻ, ഇതൊക്കെ സ്ത്രീകളല്ല ചെയ്യുന്നത്, സ്ത്രീകളുടെ ഭാഗത്തുണ്ടാവുന്നതല്ല. ഈ പാട്രിയോട്ടിക് സമൂഹത്തിൽ സ്ത്രീക്ക് തുല്യ പദവി കിട്ടുന്നില്ല, ഇക്വാലിറ്റി കിട്ടുന്നില്ല. നിയമം അവിടെ കിടക്കുന്നു, കുറ്റം ഇങ്ങനെ നടന്നുകൊടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? ബിൽക്കിസ് ബാനുവിന്റെ കേസ് ഇങ്ങനെ, അതിനോടുള്ള സമീപനം. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ പങ്കെടുത്തവരാണല്ലോ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള റെസ്ലിംഗ് താരം. ഈ ഗുസ്തി എന്ന് പറയുന്നത് സാധാരണ ഒരു ബാഡ്മിന്റനും കളിക്കുന്ന പോലെ അല്ല. ആ ഗുസ്തി അത് ഹരിയാനയിൽ പ്രത്യേകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുസ്തി താരങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും ഉള്ളത് ഹരിയാനയിലാണ്. ഞാൻ നമ്മുടെ വിനേഷ് ഫോഗട്ടിന്റെ ആ കുടുംബത്തെ കണ്ടു. 8 പേരാണ് അവിടെ ഗുസ്തിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നല്ല കാണാനൊക്കെ നല്ല സുന്ദരിയായിട്ടുള്ള കുട്ടികളാണ്, ചെറുപ്പക്കാരികളാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികൾ കുറച്ച് കാലമായിട്ട് അനുഭവിക്കുന്ന വിഷമം, UP-യിൽ BJPയുടെ MP ആയിട്ടുള്ള ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് അവിടെ ഒരു 20 മണ്ഡലത്തിൽ സ്വാധീനമുണ്ട്. BJPക്ക് വലിയ പേടിയാണ്. കാരണം 10-20 മണ്ഡലത്തിൽ ആരെ ജയിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ ഇയാൾക്ക് ജയിപ്പിക്കാൻ കഴിയും. ഈ മനുഷ്യൻ BJP MP മാത്രമല്ല, ദേശീയ തലത്തിൽ ഈ റെസ്ലിംഗിന്റെ സംഘടനയുടെ റെസ്ലിംഗ് അസോസിയേഷന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റാണ്. ഇയാൾ ഇടക്കിടക്കെ വരും. പെൺകുട്ടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും, അത് പാട്യാലായാലും ഹരിയാനയിലായാലും ഡൽഹിയിലായാലും ഇവിടെ വരും ഗുസ്തി താരങ്ങളെ കാണാൻ. ഇവരോട് വളരെ മോശമായിട്ട്, ഇയാൾക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല. ഈ പെൺകുട്ടികളോട് ശാരീരികമായി ദേഹോപദ്രവം ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, പറഞ്ഞ പോലെ കേട്ടിട്ടില്ലെങ്കിൽ
വളരെ മോശമായിട്ട് പെരുമാറുക, അങ്ങനെ സെക്ഷലി ഹരാസ് ചെയ്ത് അവർ മടുത്ത് ഒരു പരാതി കൊടുത്തു. പരാതി ഒരു സ്ത്രീ ഇന്ത്യയിൽ കൊടുത്താൽ അപ്പം തന്നെ അന്വേഷിക്കണം എന്നാണ് എൻ്റെ തെറ്റ്. ശരി, പക്ഷേ ദിവസങ്ങൾ നീണ്ടു നിന്നു. ഒരു FIR ഇടാൻ സുപ്രീം കോടതി പറയേണ്ടി വന്നു. പക്ഷേ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ, കുറ്റവാളിയെ അന്വേഷിക്കാൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞു. ഒന്നും ഉണ്ടായില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ 6 പെൺകുട്ടികൾ വീണ്ടും നമ്മുടെ ജന്തർ മന്ദിറിൽ റിലേ സമരത്തിനായിട്ട് വന്നു. അവരെല്ലാവരും അവിടെയുണ്ട്. ബാക്കിയുള്ളവർ പലരും ഇങ്ങനെ വന്നും പോയും. അങ്ങനെ ഞങ്ങളെല്ലാവരും വൈശി ഘോഷം ഞാനെല്ലാം ഒന്നിച്ച് ആ സമരത്തിൽ അവിടെ അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പങ്കെടുത്തവരാണ്. പ്രിയപ്പെട്ടവരെ, ആ കുട്ടികളുടെ ധൈര്യവും തൻ്റെ ഇടവും ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. അത്ഭുതത്തോടു കൂടി. എത്ര തൻ്റെ ഇടമാണ്. ഞങ്ങൾക്ക് നീതി കിട്ടുന്നവരെ കൊന്നോ ഞങ്ങളെ, അങ്ങനെ അവർ പറഞ്ഞു. ഞങ്ങളെ കൊന്നോളൂ, പക്ഷെ ഈ മാനക്കേടും കൊണ്ട് ഈ ലജ്ജാകരമായ അവസ്ഥയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അതിൽ സാക്ഷി മാലിക് അർജുന അവാർഡ് ജേതാവാണ്. ചില്ലറക്കാരിയല്ല, അർജുന അവാർഡ് ജേതാവ്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും ഓർക്കാൻ കാരണം, ഞാൻ MP ആയിരുന്ന സന്ദർഭത്തിൽ പ്രണാബ് മുഖർജി രാഷ്ട്രപതി, BJPയുടെ പിന്തുണയോട് വന്ന പ്രണാബ് മുഖർജിയുടെ ആ കാലത്ത് ഇവര് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ജയിച്ച് സിന്ധു ഉൾപ്പെടെയുള്ള ആളുകളെ ആദരിക്കാൻ വേണ്ടി ഒരു ചടങ്ങിൽ കുറച്ച് MP മാരെ ക്ഷണിച്ചിരുന്നു. അതിലൊരാളായിരുന്നു ഞാൻ. അന്ന് എനിക്ക് ഈ സാക്ഷി മാലിക്കിന്റെ ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. ഞാനത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടതായിരുന്നു. ഇവരെ കണ്ടു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അന്ന് രാഷ്ട്രപതി ഭവനിൽ വെച്ച് ആദരിക്കപ്പെട്ട ആ മഹനീയ വ്യക്തിത്വം ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ പേര് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ഉയർന്ന പദവിയിൽ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പദവിയിലെത്തിയിരിക്കുന്ന ആ സാക്ഷി മാലിക് നടു റോട്ടിൽ പരാതി കൊടുത്ത് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഈ മനുഷ്യനെ എതിരെ കേസെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്ത് നടു റോട്ടിലിരുന്ന് സമരം ചെയ്യുന്നു. ആരും വന്നില്ല സഖാക്കളെ, ആരും, ഒരു മനുഷ്യനും ഭരണത്തിന്റെ ഭാഗത്ത് വന്നില്ല. എന്നാൽ കേട്ടു, ഒരു ദിവസം ഞാനും സുജാതയെല്ലാം ഡൽഹിയിലിരുന്ന സമയത്ത് PT ഉഷ, എന്ത് നാണക്കേടായത് ഇവരിങ്ങനെ ഈ നടു റോട്ടിൽ വന്ന് സമരം ചെയ്യുന്നത്. നമ്മൾ അപ്പം തന്നെ കൊടുത്തു. ഇങ്ങനെയുള്ള ഒരു ഇത്രയും ഒരു ഉയർന്ന നിലയിലെത്തിയ കേരളത്തിൽ നിന്ന് വന്ന ഒരു സഹോദരി, PT ഉഷയെ പോലുള്ള ഒരാള് ഇങ്ങനെ പറയണമായിരുന്നു. ആ പാവപ്പെട്ട പെൺകുട്ടികളെ പോയി കണ്ടിട്ട് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്താ വിഷമെന്നോ ചോദിക്കല്ലേ ഒളിമ്പിക്സിന്റെ അസോസിയേഷന്റെ പ്രസിഡന്റ് ചെയ്യേണ്ടത്. അതിന് പകരം അവരെ അധിക്ഷേപിക്കുകയാണോ? ശരിയല്ല. ഞങ്ങള് അധികം പറഞ്ഞില്ല, കാരണം അവരെയും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, PT ഉഷേനെയും ബഹുമാനിക്കുന്നുണ്ട്. അവരിപ്പോ MP ആയതുകൊണ്ടല്ല, അവരെ നമ്മളെ PT ഉഷ എന്ന് പറഞ്ഞാൽ, പണ്ട് ഞാൻ ക്യൂബയിൽ പോയ സമയത്ത്, ക്യൂബ ആരോഗ്യമന്ത്രിയായിട്ട് പോയ സമയത്തല്ല, അതിന് മുമ്പ് ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ വിമൻസ് കോൺഫറൻസിൽ പങ്കെടുത്തപ്പോൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. ഇന്ത്യയിൽ നിന്നാന്ന് പറഞ്ഞു. ഞങ്ങൾ 3 ആളുണ്ടായിരുന്നു. ഓ, ഇന്ത്യ, PT ഉഷ. അവര് പറഞ്ഞത് PT ഉഷയിലൂടെ ഇന്ത്യ അറിഞ്ഞ ഒരു കാലമായിരുന്നു. അത്ര ഉയർന്ന സ്ഥാനത്തെത്തിയിട്ടുള്ള അവര് ഈ ഗുസ്തി കളിച്ച് ഇന്ത്യയുടെ പേര് ഉയർത്തിപ്പിടിക്കുന്ന ഈ പെൺകുട്ടികളെ പോയി കണ്ടിട്ടല്ല, അവർ ഉയർന്ന പദവിയിലായിരുന്നു. ഇന്ന് അവരെവിടെയാ ഉള്ളത്? ഈ സമൂഹത്തിന്റെ മുൻപിൽ ഈ ഭരണകൂടത്തിന്റെ ഭീകരത. ഈ കഴിഞ്ഞ ദിവസം 28-ാം തീയതി അവർ പറഞ്ഞു, ഞങ്ങളെ കൊന്നാലും വെടിവെച്ച് കൊന്നോളൂ, രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യേണ്ടതിന് പകരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആ വേദിയിലേക്ക് ഞങ്ങൾ പോകും, ഞങ്ങൾ മാർച്ച് ചെയ്യും. അപ്പോൾ കർഷകരും തൊഴിലാളികളും സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് അവരൊന്നിച്ചു കൂടി. പോലീസ് വന്ന് ലാത്തി ചാർജ് ചെയ്തു, ബലം പ്രയോഗിച്ചു. അത്ര എളുപ്പത്തില്ല. നമ്മളെല്ലാം പിടിച്ചപാട് അങ്ങോട്ടായിപ്പോവും. പക്ഷെ ഇവരുണ്ടോ പിടിച്ചാ കിട്ടുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. അവർ 2 ആളും കൂടി അവിടെ കണ്ടിട്ടില്ലേ, പിടിച്ചവിടെ നിന്നപ്പോഴത്തേക്ക് പോലീസുകാര് 3-4 വനിതാ പോലീസുകാര് ചുറ്റും കൂടി. ആവുന്നില്ല, വീണ്ടും പോലീസുകാർ വന്നു. അവരെ അനക്കാൻ പറ്റുന്നില്ല. ഇവര് കുസ്തി പഠിക്കേണ്ടി വരും, അല്ലാണ്ട് അവരെ അനക്കാൻ പറ്റൂല. അത്ര ഭയങ്കരമാണ് അവരുടെ ആ പ്രാക്ടീസ് കൊണ്ട് അവർ നേടിയെടുത്ത ആ കഴിവ്. അവർ ശരിക്കും പ്രയത്നിച്ചു. അവിടെയാണ് അവര് തൻ്റെ ഇങ്ങനത്തെ കുറച്ച് ആളുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു, അല്ലേ? ഇങ്ങനെ കുറച്ച് ആളുകൾ നമ്മളെ ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഈ പോലീസ് പുല്ലാണ് എന്ന് പറയുന്നതല്ലാണ്ട് അത് വേറെ അത് പ്രയോഗത്തിലൊന്നുമില്ല, കാണുമ്പോ തന്നെ ശരി. നമ്മളൊന്ന് തൻ്റെ ഇടത്തോടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലോ, നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇന്ത്യയിലെ സ്ത്രീകളെല്ലാം ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, നമ്മുടെ നാഞ്ഞു തുപ്പിയാൽ ഒഴുകുന്നവരേ ഉള്ളൂ ഈ BJP എല്ലാം. പക്ഷെ ആവുന്നില്ല.
ഒന്ന് ശ്രമിച്ചാൽ അത് സാധിക്കും. അതിൽ ഒന്നുമില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് സർക്കാർ ജീവനക്കാരിയാവാം, പ്രൈവറ്റ് ജീവനക്കാരിയാവാം, അധ്യാപികയാവാം, അല്ലെങ്കിൽ അടുക്കളയിൽ ജീവിക്കുന്ന ആരായാലും ഇന്ത്യൻ സ്ത്രീത്വത്തിന് നേരെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ അവഹേളനമാണ് സെക്ഷൽ ഹരാസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഒരു പാർലമെന്റ് മെമ്പർക്ക് നേരെ പരാതി ഉന്നയിച്ചപ്പോൾ അയാളെ സംരക്ഷിക്കാനും ഇവരെ തടവറയിലാക്കാനും ശ്രമിച്ച ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ അപമാനമാണ് അല്ലേ? അവരെ 24 മണിക്കൂർ തടവറയിലിട്ടു, ജയിലിൽ. അവിടെ പാർലമെന്റിന്റെ ഹാളിൽ അയാൾക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്ത് അയാൾ അവിടെ ഇരുത്തുന്നു. കുറ്റവാളി നല്ല സംരക്ഷണയിൽ, പരാതി കൊടുത്തവർ കുറ്റവാളികൾ. ഇതാണോ ഈ രാജ്യത്ത് സ്ത്രീകളുടെ പദവി? സ്ത്രീകളുടെ പദവി എന്ന് പറയുമ്പോൾ അവർക്ക് മാന്യമായ പരിഗണനയാണ്. ചീഫ് ജസ്റ്റിസ് ആയി എന്നുള്ളത് കൊണ്ടൊന്നല്ല. ചീഫ് ജസ്റ്റിസ് രമൺ റിട്ടയർ ചെയ്തു പോയ രമൺ ശ്രീവാസ്തവ അല്ലേ? ജസ്റ്റിസ് രമണ ഒരു ദിവസം മെയ് 1-ാം തീയതി സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ അന്ന് അധികാരമേറ്റ ഉടനെ റിട്ടയർ ചെയ്തു പോയ അദ്ദേഹം അവിടുത്തെ ജഡ്ജിമാരെയൊക്കെ വിളിച്ചു. കൂട്ടത്തിൽ അഡ്വക്കേറ്റുമാർ, ജഡ്ജിമാർ മുൻനിരയിൽ നിന്നു. അദ്ദേഹം ചോദിച്ചു, ആകെ ഈ 75 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും ജഡ്ജിമാരേ ഉള്ളൂ? സാർവദേശ മഹിളാ ദിനത്തിൽ ഇത്രയേ ഉള്ളൂ? അയ്യോ, ഷെയിം തന്നെ. കാരണം ഈ രാജ്യത്ത് ഇത്രയേറെ സ്ത്രീകൾ അഡ്വക്കേറ്റുമാരുടെ അപ്പൊ ജഡ്ജിമാര് സ്ത്രീകളെ കൊണ്ടുവരലില്ല. പണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ നമുക്കൊരു ഫാത്തിമ ബീവി, അന്ന ചാണ്ടി, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ അപൂർവമാണ് ജഡ്ജിമാര്, വനിതാ ജഡ്ജിമാര്. അദ്ദേഹം പറഞ്ഞു, വളരെയേറെ മോശം. നിങ്ങൾ പൊരുതണം, സ്ത്രീകൾ പൊരുതണം. എന്നിട്ട് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നാണ് മെയ് ദിനത്തിൽ മുദ്രാവാക്യം നമ്മൾ ഉയർത്തുന്നെങ്കിൽ, തൊഴിലാളികൾ ഉയർത്തുന്നെങ്കിൽ, ഇന്ത്യയിലെ സ്ത്രീകൾ ഒരു മുദ്രാവാക്യം മാറ്റി പറയണം. സർവ്വരാജ്യ മഹിളകളെ സംഘടിക്കൂ, ശക്തരാവൂ എന്ന്. തൊഴിലാളികൾ മാത്രമല്ല, സ്ത്രീകൾ സംഘടിക്കൂ, ശക്തരാവൂ, പദവിക്ക് വേണ്ടി, തുല്യ പദവിക്ക് വേണ്ടി. ഈ പദവി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു സ്ഥാനം കിട്ടിയ പദവി ആവൂല. ഞാൻ പാർലമെന്റ് മെമ്പറായി, സുജാത പാർലമെന്റ് മെമ്പറായി എന്നുള്ളത് കൊണ്ട് ആ ഒരു സ്ഥാനമൊന്നും ഒരു പദവിയേ അല്ല. കേരളത്തിൽ തന്നെ എത്ര മന്ത്രിമാരാന്നുള്ളത്? എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ നോക്കാം. കോൺഗ്രസിൽ അധികാരമില്ല. അല്ലേ? കോൺഗ്രസിൽ അധികമാരും ഇല്ല. കോൺഗ്രസിൽ എനിക്ക് തോന്നുന്നു മന്ത്രിമാരായത്, വനിതാ മന്ത്രിമാരായത് ഈ കേരളത്തിൽ പിന്നെ പത്മ, പിന്നെ ആരോ ഉണ്ട്, ജയലക്ഷ്മി, കമലടുത്ത് പിന്നെ ജനതാ പാർട്ടി പിന്നെ അങ്ങനെ അങ്ങ് പോയതാ. പക്ഷെ അതേ സമയത്ത് കേരളത്തിൽ LDF ഭരിക്കുമ്പോൾ എല്ലാ കാലത്തും ഒരു മന്ത്രിയെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഞാനുള്ള സമയത്ത് വരെ ഒരു മന്ത്രി. പിണറായി മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ 2, രണ്ടാം തവണ വന്നപ്പോൾ 3 മാറ്റാന്ന് അല്ലേ? എന്നാൽ അതേ സമയത്ത് UDF-ൽ ഒരു വനിതാ MLA പോലും ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. ഒരു വനിതാ MLA പോലും ഇല്ലാത്ത കോൺഗ്രസിന്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷത്ത് വനിതാ MLA-മാരെ ഇല്ല. ഇപ്രാവശ്യം മറ്റേ PT തോമസിന്റെ വേർപാടിന് ശേഷം മത്സരിച്ചതുകൊണ്ട് കോൺഗ്രസിനൊരു MLA കിട്ടി. മറ്റേ രമ UDF-ന്റെ ഭാഗമായിട്ട് അതുകൊണ്ട് 2 ഉണ്ട്. ഒരിക്കലും കോൺഗ്രസ് പരിഗണന കൊടുക്കാറില്ല. അപ്പൊ സ്ത്രീ പദവിയും ഭരണകൂടവും എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന ഭരണകൂടം ഭരണഘടനയുടെ വിധേയമായി ഇക്വാലിറ്റി നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ക്രിയാത്മകമായി നമുക്ക് പറയാൻ പറ്റൂ സ്ത്രീകൾക്ക് പദവി ഉയർത്താൻ വേണ്ടി, അവരുടെ പദവി ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോഴതല്ല. ഇപ്പൊ ജനാധിപത്യം കശാപ്പ് ജനാധിപത്യമില്ലാത്തിടത്ത് ഈക്വാലിറ്റിക്ക് പ്രസക്തിയില്ല. ആദ്യം ഫൈറ്റ് ചെയ്യേണ്ടത് ജനാധിപത്യത്തിന് വേണ്ടിയാണ്. ഇന്നിപ്പോൾ രാജ്യം ഭരിക്കുന്ന 9 കൊല്ലമായി ഭരണം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം, ഒരു രാഷ്ട്രം, ഒരു മതം, ഒരു സംസ്കാരം, ഒരു ഭാഷ, ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക്, എല്ലാം ഒന്ന്, ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഈ രൂപത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് നാനാത്വത്തിൽ ഏകത്വം മാറി. എല്ലാം മനുവിന്റെ സിദ്ധാന്തത്തിലേക്ക് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഈ പോക്ക് പോയാൽ കുട്ടികൾ പഠിക്കുന്ന ഇപ്പം കർണാടകയിൽ, അതും കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം ഹിസ്റ്ററി, ചരിത്രം മാറ്റി എഴുതി. പ്രത്യേകിച്ച് മതന്യൂനപക്ഷത്തിൽപ്പെട്ട വിഭാഗങ്ങളുടെ കാര്യങ്ങളെല്ലാം അതെല്ലാം മാറ്റിമറിച്ചു. പക്ഷെ കർണാടകയിൽ BJP നടത്തിയിട്ടുള്ള ദുർഭരണത്തിന് നല്ല താക്കീത് കൊടുത്തു.
അതുകൊണ്ട് BJP തോറ്റു തുന്നമ്പാടി. കോൺഗ്രസ് ജയിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, BJP തോറ്റു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് ജയിച്ചു. കോൺഗ്രസ് അപ്പം ധരിച്ചത് രാജ്യത്ത് ഭയങ്കര സംഭവമാണ്, ഇനിയിപ്പം ഞങ്ങൾ തന്നെ. യഥാർത്ഥത്തിലല്ല. ഇതേ കോൺഗ്രസ് പഞ്ചാബിൽ ജലന്ധറിൽ പാർലമെന്റ് മണ്ഡലം 20 കൊല്ലമായി മത്സരിച്ച് ജയിക്കുന്ന പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 8-ൽ പൊട്ടി കോൺഗ്രസ് ഇതേ സമയത്ത്. പക്ഷെ അവിടുത്തെ ടെക്സ്റ്റ് ബുക്കിൽ, ഈ കർണാടകയിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് പറ്റിയെന്നറിയോ? ഒരു വിദ്യാഭ്യാസ മന്ത്രി മുഴുവൻ അവിടെ 90% ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ മണ്ഡലത്തിൽ മത്സരിച്ച വിദ്യാഭ്യാസ മന്ത്രി തോറ്റു തുന്നമ്പാടി. എൻ്റെ അർത്ഥം എന്താ? മതന്യൂനപക്ഷത്തിനോട് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഈ സംസ്കാരം വെച്ചു പുലർത്തുന്ന നമ്മുടെ രാജ്യത്ത്, ഈ രാജ്യത്തിന്റെ ചരിത്രം തന്നെ തെറ്റാണ്. മഹാത്മജിയെ കൊന്നതല്ല, മഹാത്മജി രക്തസാക്ഷിത്വം വരിച്ചതല്ല, നാഥൂറാം വിനായക് ഗോഡ്സെയുടെ പടമാണ്, പ്രതിമയാണ് വെക്കേണ്ടതെന്ന് പറയുന്ന അങ്ങനെ കൊണ്ടുപോകുന്ന ഈ രാജ്യത്ത് ഇനി സ്ത്രീകൾക്ക് രക്ഷ കിട്ടാൻ പോകുന്നില്ല. ഇതിനെതിരെ ജനാധിപത്യത്തിനു വേണ്ടി, ഭരണഘടന അതേപോലെ നിലനിർത്തുന്നതിനു വേണ്ടി ഉള്ള സമരമാണ് ഇന്ന് രാജ്യത്ത് കൊടുമ്പിരിക്കൊള്ളുന്നത്. എല്ലാവരും ഒന്നിച്ചാണ്. നമ്മുടെ റെസ്ലിംഗ് ഗേൾസിനുള്ള പോരാട്ടം ശക്തി ഇന്നിപ്പം മറ്റന്നാള് ജൂലൈ 1 ഇന്ത്യയിലെ എല്ലാ മേഖലയിലും നിങ്ങൾ നടത്തണം. റെസ്ലിംഗ് ഗേൾസിന് അവർക്ക് നീതി ഉറപ്പാക്കണം, ജസ്റ്റിസ് ഉറപ്പാക്കണം. വൈകിയെത്തുന്ന നീതി നിഷേധത്തിന് തുല്യമാണ്. അതുകൊണ്ട് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രാദേശിക തലത്തിൽ ജൂലൈ 1 വലിയ പോരാട്ടം നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും, എല്ലാ സംഘടനകളും നിങ്ങൾ നടത്തണം. അതിൻ്റെ ഇന്നത്തെ ട്രേഡ് യൂണിയന്റെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം സർക്കുലർ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് സ്ത്രീകൾ ഈ രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അവരിങ്ങനെ കണ്ണീര് കുടിക്കുമ്പോൾ, ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാതെ വിഷമിക്കുമ്പോൾ, പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ചു വീഴുമ്പോൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ, അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിട്ട് വരുമ്പോൾ അവരുടെ പദവി ഉയർത്തണം എന്നുള്ള ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് ജീവിക്കാനുള്ള അവകാശം ആദ്യം കൊടുക്കൂ. നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കൂ. ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കി കൊടുക്കൂ. ആ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുന്നുള്ള പോരാട്ടത്തിൽ തീർച്ചയായിട്ടും കേരളം വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റത്തിന് നേരവകാശി കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് കുട്ടികൾ ഇപ്പോൾ ചൈനയിലും ഉക്രൈനിലും കാനഡയിലും ആസ്ട്രേലിയയിലും വരെ പോകുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കാൻ അമ്മമാരെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ വന്നിട്ടുള്ള സാമൂഹ്യ മുന്നേറ്റമാണ്. സ്ത്രീകൾക്കും പദവി വേണം, എൻ്റെ മകൾക്കും ഒരു ജോലി വേണം, ആ ചിന്തയാണ്. മാറ്റം വരും. കേരളത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. പുറത്ത് ഞങ്ങളെ പോലുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. സർക്കാർ മേഖലയിൽ 10,000-കണക്കിന് വരുന്ന സഹോദരിമാരുണ്ട്. ഒന്നിച്ച് നമ്മൾ ശ്രമിച്ചാൽ ഭരണകൂടത്തിന്റെ തെറ്റായ ഈ തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ, ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ, വർഗീയ നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നമ്മൾ നടത്തേണ്ടി വരും. ആ പോരാട്ടത്തിൽ അണിചേരാൻ സ്ത്രീകൾക്ക് വേണ്ടി, സാമൂഹ്യ മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യ പദവിക്ക് വേണ്ടി പൊരുതാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അതിനുവേണ്ടി വജ്രജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായി ജനഹൃദയങ്ങളിലേക്ക് എത്തിയിട്ടുള്ള, നന്നായിട്ട് ഇടപെടുന്ന, ഏറ്റവും എനിക്കറിയാം ഓരോ സമ്മേളനം നടത്തുമ്പോഴും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ ഉത്തരവാദിത്വം നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് സാധിക്കും. ഈ പ്രസ്ഥാനം മനസ്സ് വെച്ചാൽ കേരളത്തിലെ ഇന്ന് നിലനിൽക്കുന്ന ചെറിയ ദൗർബല്യങ്ങൾ പോലും തിരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അതിന് കഴിയട്ടെ. നമ്മുടെ കേരള എൻ.ജ യൂണിയന്റെ വനിതാ വിഭാഗം കൂടുതൽ കരുത്തോടുകൂടി ശക്തമായി മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. അടുത്തതായി നമ്മുടെ സെമിനാറിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പൊരുതുന്ന നേതാവ് കൂടിയായിട്ടുള്ള ഐഷി ഘോഷ് സംസാരിക്കും. I heartily invite Comrade Aishi Ghosh to address the seminar. Kerala എൻ.ജ യൂണിയനിലെ എല്ലാ സഖാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. ലാൽ സലാം. Revolutionary greetings, comrades.
taking pardon from you all. I won't be able to speak much in Malayalam, but I will convey the topic that has been asked to me that I would be speaking today on what is the status of women inside our country, inside our society, and what is the standpoint of the state. First of all, I would like to thank Kerala NGO Union for giving me this opportunity to speak for the Diamond Jubilee Conference celebration that is happening. And I extend my revolutionary greetings to every comrade here, every comrade who are participating, and wish success to Kerala NGO Union for your conference. Now, from what I could understand, Comrade P.K. Srimati teacher has highlighted a lot of issues that has been going inside this country. And obviously, when we are speaking about the status of women inside this country, we have to historically locate that what has been the role of women inside our country, inside our society. Because today, what the Bharatiya Janata Party or the right-wing fascist powers are trying to tell us that the role of women are inside the household is not what the role of women has been inside our country, inside our society. The role of women inside our country, we see historically, has been that of a fighter, has been that of giving revolutionary direction to the society. The role of women inside our country has been of freedom fighters, of the ones who have always advocated equal rights, has always talked about emancipation of the women, has been talking about emancipation of the people, and has been always to talk about how the society can be equal inside the society. If we historically see, if we see in the history, what was the role of the women when the British imperialists, the colonial forces were there? The women on those times were the ones who were in the front line, who were in the forefront, whether it's in Kerala, whether it's across the country, that women were the ones who were continuously challenging the colonial forces, who were telling that inside this society, there is no hierarchy that will be tolerated. Inside this country, there will be no colonial power that will be tolerated. If people will live inside this society, they will live with their heads high. They will be living according to their democratic processes, according to their ways and means. And we saw that how historically the Britishers and several other imperial forces and colonial forces tried to suppress the voices, not only that of our people, but that of the women, and especially the people coming from the marginalized community. But 1947 made a change inside our society. 1947 made a change inside our country, and then eventually we adopted the constitution inside this country, which guaranteed fundamental right to each and every citizen inside this country. But that was theoretically. That was through law. What we saw as practice in our society was something different, and that is exactly where the state's intervention is very, very important, and a government's intervention is very, very important. The Constitution guaranteed fundamental right to each and every citizen. The Constitution did not say that inside our country, if there is a man and a woman, if there is a girl and a boy, that both of them can't access equal education. The Constitution guaranteed each and every citizen inside this country that whatever your gender is, whatever your caste is, whatever your race or religion is, you are equal inside this country, and nobody can discriminate you inside this society. But what we saw inside the practice, that in several societies, in several states, under several governments, we saw that discrimination, which was historically there, caste-based, religion-based, or gender-based, that was still practiced. But at the same time, we saw several social reformers, several progressive people, several democratic people, and especially the women, were organizing themselves post-1947 also, and understood the importance that unless and until social transformation is there, along with political rights, there wouldn't be any change categorically, or there wouldn't be representation of the women or the marginalized community within our society. And that's why, from then onwards, we saw that how women and several other people started organizing them for their political rights too inside our country. We saw that in several times, that inside this country, women though got the right to vote,
But we saw that several women couldn't come out and couldn't exercise their right to vote. We saw that even in a country like India where women got their right to vote, we saw what political party they will be voting for, what political ideology they will be standing for, was very much dominated how their family thinks. And women independently were not in an environment where they could politically exercise their rights. And that is where the need for political representation of women is very, very important. When we talk about at this moment that 33% of reservation inside the Indian Parliament, in every electoral representation of the women is necessary, we don't speak in vacuum. We do understand that when women will be represented politically inside that Parliament, women downstairs will be having the voices for them fighting in the Parliament. And we do understand, that's why, that historically, how gender discrimination has happened within the society, we need to address that. There has to be institutional mechanisms for it and not only social fights. Because social fights will give us the direction, but institutional mechanism will guarantee those positive affirmative rights for the women and all the marginalized gender. And that is what we have seen over the fight that women's organizations have fought, that student organization, the girl students have fought, is that unless and until there is institutional mechanisms within our society, within the organizations that we work for, we are not going to actually emancipate women. And that is where, when we are talking about sexual harassment, when we are talking about how much representation of women is there today in the Parliament, we are seeing that historically, even there was discrimination in the society. The government that has been leading inside this country, whether it was before the Congress and whether it's the Bharatiya Janata Party at this moment, we have been seeing how governments are using their machineries, their political tools to ensure that the inequality that is there within the society, that pertains, that remains. And that is why three things is very, very important. The education of the women, the employment guarantee of the women, and also if we see the political representation of the women inside the society is very, very important in order to break these shackles of suppression or the oppression that women are facing today inside our society. And that is where we will see what is the status of women in education inside our society. Although we see that fundamentally every woman should be having, like every citizen, access to schools, education, primary education, secondary education, and higher education inside the society. But is it so? Is it literally happening? Are we seeing a government which is there at this moment in power is bringing in policies which are advocating women's rights, which is advocating that more and more women can go inside the society? No. We are seeing that how educational institutions today are running, how discrimination is openly happening, is discouraging women even to enter educational institutions. For example, all of you would have heard what happened in Karnataka. When girl students, when college-going students were wearing hijab, they were denied of education. The first thing that they were done was denied of education. The point is, inside our society today, if women are wanting education, what is being denied is they are being looked upon by their caste or religion and then being decided whether they will get education. So this is the condition of the state. This is the reaction of the state towards the women in our society. That if women are wearing something, if the women practice something, that is more important. What is not more important is their education. That they have been denied of their education. All these while, in the last 6 to 7 months, there are hundreds of college-going students who come from the Muslim community in Karnataka who are being continuously denied of education, and they are not been allowed to enter their college premises because of the choice of dress that they are having. And we have to see that how a government which once talks about Beti Bachao, Beti Padhao, which means we need to save girl and we need to educate girl child. In Haryana, the BJP chief minister has taken a slogan saying that if girl childs are not born, then with whose hand are you going to have chapatis? So you can understand that women have been reduced only to household work. Women have no role inside the society as if other than cooking. As if women are not wrestlers inside Haryana,
the most number of medals brought inside this country are the women wrestlers inside our country. And we have been seeing, even if the BJP is today saying that yes, we want to educate the girl child, we want to ask the Bharatiya Janata Party, which is leading the central government, that if you really want to educate the girl children, why are so many girl children, why are so many girl child inside this country even today are not having equal access to education and higher education? Because without education, emancipation of women, it's the first very step of emancipating women of the discrimination that they face. Now, secondly, we are seeing continuously that throughout the country, the major issue that women have been facing is the form of discrimination that they are facing not only in workplace, their educational institution is harassment and sexual harassment of several forms. Now, the point is, what is the social movement which has happened? In 1990s, we all know the Vishakha guidelines. Vishakha judgment came, the Vishakha guidelines came, which guaranteed that in any workplace, there will be institution like the Gender Sensitization Committee Against Sexual Harassment and ICCs, which will look after as an institutional mechanisms to ensure that women are not discriminated, are not harassed in any format inside the workplaces or educational institutions. Can the BJP guarantee that after they have been voted into power, that how many institutions they have ensured that ICCs and Gender Sensitization Committees Against Sexual Harassment like bodies have been established? Not yet. Today, when the wrestlers are fighting in Jantar Mantar, are fighting on the streets of the national capital, they are not only asking that Brij Bhushan Sharan Singh, who has been accused of sexual harassment, of molestation, only to put him under jail or put him to arrest, but they are also demanding that across sports federation, there is no institutional mechanism to address sexual harassment. And that is exactly the fight that they are fighting. And we stand in solidarity with the women wrestlers, because this is not a fight only of Sakshi Malik or Vinesh Fogart. We have to understand that when several women are coming out within the sports community and saying that the environment that they practice, the environment which should encourage them to bring more medals, the environment, the sports authority which should encourage more women to look up to them and come to sports is not equal, is not safe. We all women inside this country should stand beside them, shoulder to shoulder, to tell that this fight is not their fight, but fight of all of us who access workplace today. Now the point is, when we are talking about incidents, we can name several incidents that the BJP has failed, whether it's the Kathua, whether it's Unnao, whether it's in Gujarat, whether it's Bilkis Bano. The point is, at this moment, not only the society, not only a society which is patriarchal is discriminating with women, but there is a government which is systematically bringing in policies which discriminates the women and marginalized gender. Now, why? Why is it happening with the BJP? It's not surprising, because the BJP believes in an ideology which subscribes to a document which is called the Manusmriti and not the constitution of this country. And that is where lies the difference. That they believe in a document called the Manusmriti, which talks about that how women's place is only inside the household, women's place is not inside the society, how women and other animals should be equally treated, and how women should not be equally treated in the society. In the contrary, if we refer to our constitution, it doesn't say so. It guarantees fundamental right to each and every citizen of our country. Now that is why when Brij Bhushan Sharan Singh or several other, Kuldeep Singh Sengar, who was also a BJP party person and also an MP, was accused of sexual harassment, we have seen in all these cases that a political party is celebrating the ones who have been accused and convicted of sexual harassment. We have seen that after the people who have been convicted in Gujarat, in Bilkis Bano's case, they were celebrated after that when they came out of the jail. They were celebrated in several political platforms of the Bharatiya Janata Party, which shows that the BJP in today's time, the state in today's time, wants to tell women inside this society that if you think of speaking up, if you think of fighting against sexual harassment, we as the state will be supporting sexual harassers. And that is where that women inside this society have
to challenge these people in power who are continuously wanting to create this narrative that women inside the society are not equal. Now the point is that what has been the role of women in these times when they have been continuously been discriminated? We have seen that women who are farmers during the movement which was happening of the farmers, we have seen women in different times that how they have fought against such ideas where women are discriminated in such matter. We have seen that girl students inside schools or colleges. I remember the example of a 14-year-old girl, Anjali, in Karnataka. In Karnataka, last year, the mutt which was there, the religious foundations which were there, they were denying midday meal, eggs in midday meal. And there was a girl, Anjali, 14 years old. She went ahead, organized the students inside Karnataka school and said that no institution can stop us from eating what we want to. We need nutrition in our food and that is our right, and nobody can dictate us what is needed, and that is what is that women have been playing a very, very important role. They do understand that if discrimination happens inside the society, women face a double form of discrimination that is happening inside the society. And we do understand that at the cost, when emancipation is happening, when the political rights are being threatened at this moment inside this country, that of the women are been happening on manifold terms. Now the point is that when we are talking about that how states intervention has been, whether it has been about the political rights, it's been 9 years that the BJP government is going to complete its tenure, and we have been demanding, the left political parties and several other women organizations within the left has been demanding of political representation in the parliament. We should be asking to those women representation within the BJP that what is stopping them to give political representation to the women? What is stopping them that women who are 50% inside the population of our country who vote, have political rights inside this country, what is stopping the BJP from giving political representation to them, where they can speak about not only their community but across their society and represent the people in a much stronger way through the parliament? What is stopping them? Along with this, if we see, we need to ask that what is stopping the BJP also to not take action against several of their ministers, several of their people who are attached to their political membership, to their party membership, in taking action against them when several other women are coming onto the streets continuously and telling them that what the women have faced is wrong. We have been seeing on contrary, when the 2014 elections came, when 2019 elections came, and when 2024 general elections are coming, the BJP will come up with several schemes. The Ujjwala Yojana scheme, and then several other schemes like educating the girl child and several other schemes 1 year before, and try to tell women that how caring they are. But actually, if we see inside this society today, how much have our women progressed because of BJP's model of gender justice? BJP's model of gender justice is so that sexual harassers will be celebrated inside the parliament and our wrestlers will be dragged and threatened and will be told to take back their complaints just because they are speaking. We have seen when PT Usha went to meet the wrestlers, one thing she said, and we need to carefully think about it. She said that the wrestlers who are protesting is bringing shame to our country. We need to question that how are the wrestlers who have faced sexual harassment is bringing shame to our country? How is a person like Brij Bhushan Singh, who is associated with the Bharatiya Janata Party, is not bringing shame to this country? How come? And we also should ask, not only about police arresting the MP, BJP MP, we also want to know what action did Bharatiya Janata Party take on its own member, because we want to know what does the BJP as an organization do that when a member of its own is accused of sexual harassment. Because Brij Bhushan Singh is not only a member of parliament, is not only a public servant, but also a card holder of the BJP. So we want to know that what action did BJP take on its own member when the person has been accused of sexual harassment? Why is acts like POSCO
not been implemented in the case of that of an MP because he has been supported by the people in the power. So we need to understand that at this moment, that the historical struggles that our women inside this country has always led, inside in the society has always led, has been that of an egalitarian society, of an equal society. The women, this is not the history that we demanded for. This is not the kind of history or the kind of society that we look forward for. We have always seen the women in our society has fought for an equal society, has talked about education. Remember about Jyotiba Phule, remembering about Fatima Sheikh, and several other women who have contributed on girls' education, who have started the first women schools and colleges inside their society to ensure that women should get education. But what we are seeing today, the kind of education policies are being brought in, the kind of scholarship scrapping has been happening. These are all means to say that women inside the society can't grow outside the thinking that the Manuvadi thought process of RSS and BJP that it has. And that is why we need to understand that the BJP, which is trying to tell us that there is no alternative available. It is continuously from 2014 onwards, it is trying to tell inside this society that there is no alternative. The only alternative inside this country that the country has is that of the Bharatiya Janata Party. But what we need to say is there is an alternative available, and as what I could understand Comrade P.K. Srimati teacher was trying to say, that Kerala has given an alternative to this society. Kerala has given an alternative not only to the state but to the country, and the pandemic showed us that during the pandemic, when several other states, the whole country was grappling with the pandemic, Kerala could say that the people-centric policy can only win and only can be the way forward. Kerala historically could say that if an emancipation of the society has to happen, as Baba Saheb Ambedkar said, that if you have to understand in a society what is the condition of the society, you need to see the condition of women in that society. And exactly how Baba Saheb Ambedkar said, Kerala believes in that, the Left Democratic Front believes in that. If we look at the society of Kerala, the only position of the women inside Kerala will tell us that how progress Kerala has done within this country. And that is why these people, these fascist powers fear. They fear that the socialist alternative or people-centric alternative will be a game changer, a challenge to these people who are conservative and regressive and doesn't want women to excel. But the only way forward for us is to organize and bring the alternative in front of people. We know when we are protesting inside Delhi, several of the women leaders from Kerala have gone and extended their solidarity to the women wrestlers. And they have acknowledged the fact that a state like Kerala, which has been so progressive, which has always stood for the rights of the women, for the people, have been continuously there with the movement. And not only there, but has been talking about people's alternative, have been talking about how women can be made sure that they are in the front line. And that is not only happening through policies which are being taken by mass and social organizations, but by a determined government which is wanting to end gender-based discrimination. And that is why, that is how the state's response should be. If the women, the status of women inside this country today is not well, if the number of women going to educational institutions is reducing, if the number of women going to job is reducing because of sexual harassment and other things, it is the responsibility and the duty of the governments there to ensure that they bring in policies which encourages women to come out of their houses and not be constricted to the gender roles that the society has decided, but what women want to decide for themselves. And that is where we have seen that the Kerala has been able to give us an alternate model when women are not told by the society that what they need to do. Women themselves choose that what they want to do, what kind of occupation they want to go, where they want to go, what they want to do. And that is how every citizen inside this country should be with the democratic rights. I would not elongate what I wanted to speak, but I would extend my greetings once more to the Kerala NGO Union and to all the women of Kerala.
that you all are an exemplary example inside this country. When I came back for the first time in Kerala, I remember I came to Kerala in 2018. And I happened to stay over till 2019. It was December, January. And I participated in Vanida Madil at that time. It was an experience, enthralling experience for me. I went back to Delhi and told my friends there that I think so this is one of my first kind of experience. And it is only Kerala which can fight against all the discrimination, gender-based discrimination, with so much of confidence. The women of Kerala came out in huge numbers to tell inside this society that no form of patriarchal, no form of gender-based discrimination will be tolerated. Women inside Kerala, inside the society, will stand together against any form of discrimination. And with that spirit, we have to move forwards, not only inside Kerala, but across this country, to give the women of our country that there is alternative. And the alternative is, if women receive political education, if women receive education, political representation, and everything is guaranteed fundamental right as per our constitution, there is nothing that the women can't do, there is nothing that the women can't achieve. And the state and the government should be the ones who are implementing these policies to ensure that women's status inside this country and the society is improved. With this, I would extend my revolutionary greetings once more to Kerala NGO Union and end my speech here. Thank you so much. Thank you, Aishi. Give a wonderful and inspiring speech to us. Thank you very much. അടുത്തതായി നമ്മുടെ സെമിനാറിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ത്രിപുര എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മഹയൂർ റോയ് സംസാരിക്കും. ഐ ഹാർട്ട്ലി ഇൻവൈറ്റ് കോമ്രേഡ് മഹയൂർ റോയ് ടു ഡെലിബറേറ്റ് എ സ്പീച്ച്. Dear Comrade President, T.P. Usha, Comrade Shija, respected leader Comrade P.K. Srimurthy Teacher, President All India Democratic Communist Association, Comrade Oishi Ghosh, SFI leader, President JNU Students Union, Comrade Shushma, and all leaders and members of the Kerala NGO Union, and dear comrades. When Comrade Shoshidharan called me and sent me a message, I accept it wholeheartedly. I came here with the hope that I can come and a better spirit from this conference to the comrades of Tripura. First of all, I would like to give a special thanks to the reception committee for doing everything perfectly. Secondly, my organization, Tripura Employees Coordination Committee, feels proud to invite me. So, expressing my gratitude, Kerala NGO Union, by participating in your successful Diamond Jubilee Conference, I am taking a fresh oxygen to my workplace in Tripura among the northeastern state. I am really impressed with your rich cultural program, ghazal night, solo drama, digital exhibition, seminar on the fascist incursion into pluralism and media freedom, dharma and ethics, and people's participation till night. Comrade, you have decided your conference venue in the name of Comrade C.H. Ashokan. He came to our conference in Tripura and addressed the conference. I have deep respect for his memory. Your former leaders, Comrade Medi and Comrade K. Rajendran, went to the conference in Tripura. In 2009, Trade Union International and Public Allied Employees 9th conference was held in Brazil. Comrade Rajendran and I were part of the 10-member All India State Government Employees Federation delegation team from India. Till then, Comrade Sukumol Sen
was the General Secretary of Trade Union International Public Allied Employees. Met and talked to Comrade Rajendran at the seminar last evening. Comrade, I came to Kerala 28th morning, and I am very much impressed not only by the external decoration but also the internal strong foundation of the organization. Kerala has remained a unique center of the left democratic movement in our country. Now come to the main subject of the women's session, status of women and perspective of the government. Comrades, you all know that we are passing through the age of new liberalism. The IMF, World Bank are two key organizations for implementing new liberal policies worldwide, and the government of the various nations, particularly those in developing nations, have been forced to play instrumental roles in this process. The people in our nation and the working class in particular have been subjected to an onslaught of such policies for almost 3.5 decades. State-owned industries and resources have been massively privatized under the guise of structural adjustment, and there has been a definite shift in the focus of government policy from the welfare of the people to the welfare of corporation. Government controls have been weakened and or eliminated to maximize profits for private owners, and labor laws have been replaced by labor codes. All of this action, which are done in the name of lowering production cost and raising productivity, lead to incomprehensible disparity in society. Job losses and salary reduction for employees and workers. Here, for the past 9 years, we have seen a corporate Hindutva nexus run central government. They are laying the groundwork for crony capitalists to plunder the country of its resources and wealth. Thus, the top 21 Indian billionaires now possesses more wealth than the 700 million Indian combined. What challenges do women in this country face in these circumstances? They experience more discrimination than ever, job losses, salary disparities, and marginalization. Women in India face discrimination despite having the same educational background and professional experience as men. According to an Oxfam report from September 2022, 67% women earn less than males do because of societal and employers' prejudice, and 33% for lack of experience. The reason why there are so few women participating in the labor force in our society is discrimination. In 2020-21, it is 25.1% for both urban and rural women, and a downward tendency is evident, as it was 42.7% in 2004 and 5. It is ironic that women are being laid off from their employment during a time when the nation's economy was said to be expanding. In 2019-20, 60% of all males above the age of 15 work regular paying jobs or were self-employed. Only 90% of women in the same age range were employed at the same time. Men and women earn very different amounts of money. The average income of men is 2.5 times more than that of women. Other marginalized groups such as Dalit, Adivasi, SCs, and religious minorities are also discriminated against, and the women in those groups continue to experience the most heinous type of discrimination after 75 years of independence. When we talk about gender-based discrimination, we need to realize that it involves both economic exploitation and social oppression. Foeticide, infanticide, child labor, trafficking, domestic violence, dowry death, rape, and murder of violence.
that women are constantly threatened with. Our constitution gives the government the responsibility to protect against all forms of discrimination, including gender discrimination, and to uphold the people's fundamental rights. But it is very obvious that the current RSS BJP administration consistently flouts the constitution because they disagree with the secular and democratic foundation of our constitution. They have threatened to replace it with Manusmriti's Brahminical, patriarchal, caste-based views. We recognize the distinction between governments run by the fascistic RSS BJP and any other non-left parties because we are members of a trade union based on working class ideology. The RSS BJP wants to create Hindu Rashtra, something that no other non-left parties have. Their divisive communal goal endangers women workers' rights, trade unions, and the general public. All government led by non-leftist parties pursue new liberal policies, but only the Modi government is adamantly implementing it in the interest of Adani Ambani. Therefore, it is beyond doubt that we have to put all our efforts to overthrow such governments wherever it may exist. But what is the difference between leftist and non-leftist government? The only people who propose alternative to the new liberal economy are the leftists. This option emerged in response to the demands of the people's struggle. All three of states, Kerala, West Bengal, and Tripura, where leftists have or had taken power, have found that their government are or were dedicated to the causes of the people and consistently backing anti-neoliberal, anti-communal movement as well as women's struggle. Comrade, you know all the news from Tripura. Entire Tripura is now groaning under unprecedented backlash of terror and intimidation let loose by the unruly followers of ruling forces. Though BJP got victory, attaining a very thin majority with help of a communal party, Tripura Matha, virtual mandate of this election is a massive rejection to BJP. You are all standing in solidarity against the aggressive role of the new BJP government in Tripura. Our attitude about the political development of the country and the state is not only negative. We are assured by identifying our weakness, we will overcome this terrible situation through continuous struggle. Lastly, I am overwhelmed by your cordial hospitality. For the past 3 days, the Diamond Jubilee Conference of Kerala N.J. Union has had a great impact on my organizational life. Your language, your culture, your rhythm, your food, everything will be embedded in my mind. I am going back with a new spirit. Red salute, comrade. Stay well. Will inspire the whole country. Inqilab Jindabad. സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഐഷി ഘോഷിനെ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മൊമെൻറ്റോ നൽകും. മൊമെൻറ്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഐഷി ഘോഷ്, അതുപോലെ തന്നെ മൊമെൻറ്റോ നൽകുന്നതിന് വേണ്ടി ജനറൽ സെക്രട്ടറിയും ക്ഷണിക്കുന്നു. വി ആർ ഓഫറിങ് എ മൊമെൻറ്റോ ടു കോമ്രേഡ് ഐഷി ഘോഷ് ഓൺ ദ ബിഹാഫ് ഓഫ് മൈ seminar and our conference. Invite me to
collect the memento. ഈ സെമിനാറിനെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വനിതാ സബ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള സുഷമയെ ക്ഷണിക്കുന്നു. പ്രിയ സഖാക്കളെ, വളരെ നല്ല രീതിയിലുള്ള ഒരു സെമിനാറാണ് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. സമൂഹത്തിൻ്റെ പുരോഗതിക്ക് സ്ത്രീ സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടതിൻ്റെ പ്രാധാന്യം സംബന്ധിച്ചും സ്ത്രീ പദവിയും ഭരണകൂട നിലപാടുകളും എന്ന വിഷയത്തിന്മേൽ സവിസ്തരം പ്രതിപാദിച്ച കേരളത്തിലെ മുൻ ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിനായി എക്കാലത്തും പൊരുതിക്കൊണ്ടിരിക്കുന്ന എൻ.ജയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റുമായ, അതുപോലെ തന്നെ എൻ.ജ പ്രവർത്തനങ്ങളിൽ പരിപാടികളിൽ സജീവ സാന്നിധ്യവുമായ നമ്മുടെ ഏവർക്കും പ്രിയങ്കരിയായ സഖാവ് പി.കെ. ശ്രീമതി ടീച്ചർക്ക് കേരള എൻ.ജ സംസ്ഥാന കമ്മിറ്റിയുടെയും ഈ വജ്രജൂബിലി സമ്മേളനത്തിൻ്റെ സംഘാടക സമിതിയുടെയും പേരിൽ സ്നേഹനിർഭരമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമുക്കേവർക്കും സുപരിചിതയായിട്ടുള്ള വർഗീയ ഫാസിസത്തിനെതിരെ ഉറച്ച ശബ്ദവുമായി വിപ്ലവവീര്യം ഉയർത്തിപ്പിടിച്ച് പോരാടുന്ന JNUവിലെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡൻറ്റുമായിട്ടുള്ള സഖാവ് ഐഷി ഘോഷിന് ഈ വജ്രജൂബിലി സമ്മേളന സംഘാടക സമിതിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെയും പേരുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. I heartily thanks to Comrade Aishi Ghosh coming and participating and delivering an inspiring speech to us. അതുപോലെ തന്നെ ഈ വനിതാ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും സമ്മേളനത്തിൽ പങ്കെടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതുപോലെ തന്നെ സിവിൽ സർവീസിനെ ദോഷകരമായി ബാധിക്കുന്ന നയങ്ങളെപ്പറ്റിയും ഇവിടെ വിശദീകരിച്ചിട്ടുള്ള ശ്രീമതി മഹിയൂറോയ് പ്രസിഡന്റ് ത്രിപുര എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി സഖാവിനും ഈ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെയും പേരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. I heartily thanks to Comrade Mahiyuroi coming and participating and sharing service experience with us. ഈ സെമിനാറിൽ പങ്കെടുത്തിട്ടുള്ള എൻ.ജയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് CS സുജാത എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള സംഘടനയുടെ മുൻകാല സാരഥികൾ, മാധ്യമ പ്രവർത്തകർ, വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നുള്ള വനിതാ സഖാക്കൾ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞിട്ടുള്ള സംസ്ഥാന സംഘടനയുടെ സംസ്ഥാന ട്രഷറർ സഖാവ് VK ഷീജ, അധ്യക്ഷത വഹിച്ചിട്ടുള്ള നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് TP ഉഷ, സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് MV ശശിധരൻ, ജനറൽ സെക്രട്ടറി സഖാവ് MA അജിത് കുമാർ എന്നിവർക്കും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നുള്ള മുഴുവൻ സഖാക്കൾക്കും ഒന്നുകൂടി